രണ്ടാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് തുടരും എന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്ക് തന്നെ കടമെടുത്താൽ നവകേരളത്തിൻ്റെ പാതയിലാണ് നമ്മൾ. ആ നേട്ടങ്ങൾക്ക് പിന്നിൽ നമ്മുടെ കമ്മീഷനുകളും ശ്രദ്ധേയമായ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ജനകീയമായ ഇടപെടലിലൂടെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ യുവജന കമ്മീഷനുമുണ്ട്. യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യുവജന കമ്മീഷൻ തുടങ്ങിയത്. ചെയർമാൻ എം ഷാജറിന്റെ നേതൃത്വത്തിൽ എണ്ണമറ്റ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. യുവാക്കൾ എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും അവിടെ കമ്മീഷന്റെ ഇടപെടലും ഉണ്ടാകുന്നുണ്ട്. തൊഴിലില്ലായ്മയാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നത്തിലും കമ്മീഷന്റെ ഇടപെടൽ നാം കണ്ടു. സ്വകാര്യ മേഖലയിലടക്കം യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും അത് യുവാക്കളെ അറിയിക്കാനുമുള്ള ഇടപെടൽ സംസ്ഥാനത്തെമ്പാടും കമ്മീഷന്റെ ഭാഗമായി നടന്നു. ഇതെല്ലാമാണ് യുവജന കമ്മീഷനെ ജനകീയമാക്കിയത്. ചെയർമാൻ എം ഷാജറിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറാണ്. കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് കണ്ണൂരിൽ DYFIയുടെ അമരക്കാരനായിരുന്നു എം ഷാജർ. യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിരന്തരം ചർച്ച ചെയ്ത സംഘടന എന്ന നിലയിൽ DYFIയുടെ അമരത്ത് പ്രവർത്തിക്കുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ ഷാജർ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ, ആ ചുമതല യുവജന കമ്മീഷന്റെ ചെയർമാൻ എന്ന നിലയിൽ എത്തിയപ്പോൾ വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് സഹായകവുമായിട്ടുണ്ടാകാം. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം എം ഷാജർ. നമസ്കാരം. നമുക്ക് എന്താണ് യുവജന കമ്മീഷൻ, നിങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെ, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒന്ന്, സംസ്ഥാന യുവജന കമ്മീഷൻ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ യുവജന കമ്മീഷൻ നമ്മുടെ സംസ്ഥാനത്തെ യുവജനങ്ങളുടെ സമഗ്രമായ സാമൂഹിക പുരോഗതിക്കും ശാക്തീകരണത്തിനും അവകാശ സംരക്ഷണത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ്. ഈ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനം എന്നുള്ളതാണ് നമ്മൾ അടിവരയിടേണ്ടത്. പലപ്പോഴും യുവജന കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പല കോണുകളിൽ നിന്നും പല സാമൂഹ്യ പ്രവർത്തകരും മറ്റുമെല്ലാം ഞങ്ങളെ ഫോണിലും മറ്റും ബന്ധപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ യുവജന കമ്മീഷൻ എന്താണ് എന്ന് പൂർണ്ണമായും അവർക്ക് അറിയില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. സംസ്ഥാനത്ത് യുവജന ക്ഷേമ ബോർഡുമുണ്ട്, യുവജന കമ്മീഷനുമുണ്ട്. കേരളോത്സവം പോലെ യുവജനങ്ങളുടെ സർഗാത്മകമായ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് നിരവധി പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് യുവജന ക്ഷേമ ബോർഡാണ്. അത് വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്തെ യുവജനങ്ങൾക്കിടയിൽ സർക്കാർ സംവിധാനത്തിൽ കൂടി സംഘടിപ്പിക്കുന്ന പഞ്ചായത്ത് വരെ കോർഡിനേറ്റർമാരുള്ള വിപുലമായൊരു ശൃംഖലയാണ്. 2012 മുതൽ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചതാണ് സംസ്ഥാന യുവജന കമ്മീഷൻ. എന്താണ് സംസ്ഥാന യുവജന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ, വനിതാ കമ്മീഷൻ എന്ന പോലെ, മനുഷ്യാവകാശ കമ്മീഷൻ എന്ന പോലെ നമ്മുടെ അവകാശങ്ങൾ, ഒരു പൗരൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആ അവകാശ സംരക്ഷണത്തിന് വേണ്ടി സമീപിക്കാൻ വേണ്ടി പറ്റുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമായിട്ടാണ് സംസ്ഥാന യുവജന കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന യുവജന കമ്മീഷൻ എന്ത് എന്ന് ഇപ്പം ഒരു 10-12 വർഷം മാത്രമേ യുവജന കമ്മീഷൻ രൂപം കൊണ്ടിട്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സംസ്ഥാന യുവജന കമ്മീഷൻ എന്ത് എന്നതിനൊരു 3ാമത്തെ ചെയർപേഴ്സണായിട്ടാണ് ഇപ്പം ഞാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് യുവജന കമ്മീഷൻ എന്ത് എന്ന് സമൂഹത്തെ പഠിപ്പിക്കേണ്ടതും യുവജനങ്ങൾക്കിടയിൽ എത്തിക്കേണ്ടതും അനിവാര്യമാണ്. കാരണം ഞാൻ പലപ്പോഴും പല പ്രധാനപ്പെട്ട ഇഷ്യൂസ് നടക്കുന്ന മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ, യുവജനങ്ങൾക്കിടയിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലർക്ക് യുവജന കമ്മീഷനെ സമീപിച്ചാൽ ഈ വിഷയത്തിൽ പരിഹാരം കണ്ടെത്താൻ വേണ്ടി പറ്റുമായിരുന്നു എന്ന് അവർക്ക് പലർക്കും അറിയില്ലായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 1-2 കോളേജ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി ആത്മഹത്യയും മറ്റ് പ്രശ്നമൊക്കെ വന്നപ്പോൾ പ്രൊഫഷണൽ കോളേജിലൊക്കെ ഞാൻ അവിടെ ചെന്ന് ആ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയുടെ സഹപാഠികളായ വിദ്യാർത്ഥികളുമായൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ യുവജന കമ്മീഷന് ഒരു മെയിലിൽ കേരള യൂത്ത് കമ്മീഷൻ @gmail.com എന്ന മെയിലിൽ ആ കോളേജിൽ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് അനുഭവിച്ച വിഷയം, ആ വിദ്യാർത്ഥികൾ നേരിടുന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു പരാതി ഒരു മെയിലായി അയച്ചിരുന്നുവെങ്കിൽ ആ യുവജന കമ്മീഷൻ അപ്പം തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയും ഈ ആത്മഹത്യ നടക്കില്ലായിരുന്നു.
സംസ്ഥാനത്ത് നടന്ന യുവജനങ്ങൾക്കിടയിൽ നടന്ന പല വിഷയത്തിൽ, നിസ്സാരമായ വിഷയത്തിൽ ആത്മഹത്യ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം സമൂഹത്തിനകത്ത് വർദ്ധിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ സമൂഹത്തിലെ യുവജനങ്ങളുടെ ഏറ്റവും പ്രധാനമായി യുവജനങ്ങൾ നേരിടുന്ന വെല്ലുവിളി എന്നുള്ളതാണ് ഞാൻ ഈ കഴിഞ്ഞ 2 വർഷമായി യുവജന കമ്മീഷൻ ചെയർമാൻ എന്നുള്ള നിലയിലും സംസ്ഥാന യുവജന കമ്മീഷനും ആ വെല്ലുവിളികളെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് യുവജന കമ്മീഷൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ലോകത്തിലാകെ, ഇത് കേരളത്തിലാകെ ബാധിക്കുന്ന വിഷയമല്ല, ലോകത്തിലാകെ പ്രത്യേകിച്ചും ഈ കോവിഡാനന്തരം ഈ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് നമ്മുടെ യുവജനങ്ങളാകെ മാറിയ ഒരു പശ്ചാത്തലമുണ്ട്. നിസ്സാര വിഷയത്തിൽ പോലും മാനസികമായി ആകെ തകർന്ന് തരിപ്പണമാകുന്നു, ആത്മഹത്യ പെരുകുന്നു. ഇത് കോവിഡിന് ശേഷം വർദ്ധിച്ചൊരു സാഹചര്യം ലോകത്തെമ്പാടുമുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയിൽ കേരളത്തിലും യുവജനങ്ങൾക്കിടയിലും മറ്റും ആത്മഹത്യ പെരുകുന്നൊരു കാലമായി ഈ കാലത്ത് വിലയിരുത്താം. അതുകൊണ്ട് തന്നെ യുവജനങ്ങൾ ഇന്ന് സമൂഹത്തിൽ നേരിടുന്ന ഒന്നാമത്തെ വെല്ലുവിളിയായി കടുത്ത മാനസിക സമ്മർദ്ദത്തെ യാണ് ഞങ്ങൾ കണ്ടത്. മെൻ്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം മുഖ്യ വിഷയമായി യുവജന കമ്മീഷൻ കണ്ടു. അപ്പോൾ മാനസികാരോഗ്യം മുഖ്യ വിഷയമായി കാണുമ്പോൾ കേവലമായി 1-2 പേരോട് മാത്രം അഭിപ്രായമെടുത്തോ മറ്റോ മാത്രം ഈ വിഷയത്തിൽ പഠിക്കുക, ഒരു തീരുമാനമെടുക്കുക ഉചിതമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം സംസ്ഥാന യുവജന കമ്മീഷൻ 2023 ചെയ്തത്, അന്ന് 2023-24 സാമ്പത്തിക വർഷത്തിൽ ചെയ്തത്, നമ്മുടെ സംസ്ഥാനത്ത് ഈ യുവജനങ്ങൾക്കിടയിൽ കഴിഞ്ഞ 5 വർഷം 18 മുതൽ ഇങ്ങോട്ട് നടന്ന സംസ്ഥാനത്തെ ആത്മഹത്യയെ സംബന്ധിച്ചൊരു പഠനം ശാസ്ത്രീയമായി നടത്താൻ യുവജന കമ്മീഷൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അന്ന് നമ്മുടെ സംസ്ഥാനത്താകെ നടന്ന ആത്മഹത്യയുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ കൃത്യമായി എടുക്കുകയും ആ ആത്മഹത്യയുടെ ഡീറ്റെയിൽസിൽ നിന്നും ഒരു നിശ്ചിത നമ്പർ ഓരോ ജില്ലയിലും MSWയും MSc സൈക്കോളജിയും ചെയ്യുന്ന വിദ്യാർത്ഥികളെ രജിസ്ട്രേഷൻ മുഖാന്തരം തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തി ആത്മഹത്യ ചെയ്തവരുടെ വീടുകളിലേക്ക് ചെന്ന് അവരുടെ രക്ഷിതാക്കളെന്നും അവരുടെ മറ്റു ഉറ്റ സുഹൃത്തുക്കളെന്നും ബന്ധുമിത്രാദികളിൽ നിന്നെല്ലാം ഒരു 48 ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധമായ ഒരു ടീമിനെ തന്നെ ഞങ്ങൾ തയ്യാറാക്കി ഒരു വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരെ ഉപയോഗപ്പെടുത്ത ആ ടീമിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ ഒരു പഠനം നടത്തി ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു, ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട പല കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് യുവജനങ്ങളുടെ മാനസിക സമ്മർദ്ദത്തെ സംബന്ധിച്ചുള്ള ഭാവി എങ്ങനെയാണ് ഈ വിഷയത്തിൽ മെൻ്റൽ ഹെൽത്ത് എന്ന ഒരു ഹാപ്പിനെസ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇടപെടാൻ വേണ്ടി നടത്തുക. അതിനടിസ്ഥാനത്തിൽ നാഷണൽ സെമിനാർ നടത്തിയും തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ പഠന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ ഫൈൻഡിങ്സ് വെച്ചും പ്രവർത്തിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ യുവജന നയത്തിൻ്റെ ഭാഗമായി ഈ സ്റ്റഡി റിപ്പോർട്ടിൻ്റെ ഭാഗമായി കണ്ടെത്തലുകളെല്ലാം അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഈ വർഷം ഈ കഴിഞ്ഞ 2025-24-25 സാമ്പത്തിക വർഷത്തിൽ യുവജന കമ്മീഷനും രണ്ടാമത്തെ ഒരു പഠനം നടത്തി സംസ്ഥാനത്ത്. ഞങ്ങൾ നടത്തുന്ന പഠനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ സാമ്പത്തിക ചെലവിൽ മാത്രം, എന്നാൽ വിദ്യാർത്ഥികളെ അവരുടെ അധ്വാനത്തിൻ്റെയും മറ്റുമെല്ലാം ഒരു സന്നദ്ധ സേവനമായി നടത്തുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷവും ഇതേപോലെ വിദ്യാർത്ഥികളെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് ആ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തി MSW MSc സൈക്കോളജി വിദ്യാർത്ഥികളെല്ലാം ഉപയോഗപ്പെടുത്തി ഈ ഇന്ന് യൂത്ത് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ഈ തൊഴിൽ മേഖലയിലെ മാനസിക സമ്മർദ്ദത്തെ, ചൂഷണത്തെ വലിയ നിലയിൽ കണ്ടു. അത് നമ്മുടെ രാജ്യമാകെ ശ്രദ്ധിച്ചത് നമ്മുടെ കളമശ്ശേരിയിലെ പൂനെ ഈവയിലെ ജോലിഭാരം കൊണ്ട് മരിക്കുകയായിരുന്നു. ആത്മഹത്യയല്ല, ജോലിഭാരം കൊണ്ട് ഉറക്കക്കുറവും മറ്റുമെല്ലാം 14, 15, 18 മണിക്കൂർ ജോലി ചെയ്യിച്ച് അങ്ങനെ തളർന്ന് മരിച്ചു വീണ അന്ന സെബാസ്റ്റ്യൻ്റെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ യുവജന കമ്മീഷൻ തൊഴിൽ മേഖലയിലെ മാനസിക സമ്മർദ്ദത്തെ സംബന്ധിച്ച് പഠനം നടത്തിയത്. 5 വ്യത്യസ്ത മേഖലയിലാണ് യുവജന കമ്മീഷൻ അതിൽ പഠനം നടത്തിയത്. തൊഴിൽ മേഖലയിൽ IT സെക്ടറുണ്ട്, ഗിഗ് വർക്കേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ മാധ്യമ മേഖലയിലുണ്ട്, ഈ റീറ്റെയിൽ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കിടയിലുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ 5 തൊഴിൽ മേഖലയിൽ നടത്തിയ പഠനത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്ന ഓരോ മേഖലയും ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും യുവജന കമ്മീഷൻ അപ്പോൾ തന്നെ നാഷണൽ സെമിനാർ മറ്റും സംഘടിപ്പിച്ചു, മറ്റ് ക്യാമ്പയിനിലേക്ക് മറ്റും മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രൈവറ്റ് സെക്ടറിലെ തൊഴിൽ മേഖലകൾ ഉൾപ്പെടെ എങ്ങനെയാണ് അതിനകത്ത് ഞങ്ങൾ വെച്ച പല നിർദ്ദേശങ്ങളുമുണ്ട്. അത് സംസ്ഥാന തൊഴിൽ വകുപ്പിനോടും മന്ത്രിയുമായിട്ടെല്ലാം ഇപ്പോൾ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ യുവജനങ്ങൾക്കിടയിൽ തൊഴിൽ മേഖലയിൽ നേരിടുന്ന മാനസിക സമ്മർദ്ദത്തെ ലഘൂകരിച്ച് അവർക്ക് ഹാപ്പിനെസ് അവരൊക്കെ കൊടുത്ത് പരമാവധി ഈ കുടുംബവും അതോടൊപ്പം സാമൂഹ്യ ജീവിതവും തൊഴിലുമെല്ലാം വളരെ ഭംഗിയായി സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ രൂപപ്പെടുത്തുക എന്ന പ്രവർത്തനത്തിലാണ് സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ഈ കഴിഞ്ഞ വർഷത്തെ പ്രധാന പ്രവർത്തനം ഏറ്റെടുത്തത്. അങ്ങനെ ഓരോ വർഷവും അതത് കാലത്തെ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ, യഥാർത്ഥ യുവജന കമ്മീഷനെ സംബന്ധിച്ച് യുവജന കമ്മീഷൻ മുന്നാകെ വരുന്ന പരാതികൾ അദാലത്തിലും ഹിയറിങ്ങിലും പരിഹരിക്കുക, അതിനകത്ത് ഇടപെടുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. പക്ഷേ അതിനപ്പുറത്തേക്ക് അതത് കാലത്ത് സമൂഹത്തിൽ നേരിടുന്ന വിഷയത്തെ എങ്ങനെയാണ് ഇങ്ങനെ ശാസ്ത്രീയമായി മറ്റും പഠിച്ച് അതുവഴി
ഈ യുവജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് നമ്മുടെ നിയമ സംവിധാനത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് യുവജന കമ്മീഷൻ ഈ കാലങ്ങളിൽ നടത്തിവരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ഈ ആത്മഹത്യ വർദ്ധിക്കാനുണ്ടായ കാരണം. ആ പഠനത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഫൈൻഡിങ്ങിലേക്ക് ഒരു കാരണം എന്തായിരിക്കാം എന്നുള്ള രീതിയിലേക്ക് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടോ? എന്ത് ആത്മഹത്യയെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഓരോ ഏജ് ഗ്രൂപ്പിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിൽ ഈ തൊഴിലില്ലായ്മ ഒരു കാരണമായി കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. തൊഴിലില്ലായ്മയല്ല കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ തൊഴിൽ ലഭിക്കാത്തത് കൊണ്ടൊരു ആത്മഹത്യ അങ്ങനെ വളരെ ചുരുക്കമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ പലരും കരുതുക അങ്ങനെയായിരിക്കും. പക്ഷേ അതിനകത്ത് ലഹരി വിഷയമായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കടുത്ത ഈ മാനസിക സമ്മർദ്ദം, ഈ സമൂഹവുമായി കൂടുതൽ ഇടപെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. യഥാർത്ഥം നമ്മൾ ഈ എല്ലാവരും പരമാവധി സമയങ്ങളിൽ അവരുടെ ചില കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങളും മറ്റുമെല്ലാം സംവദിക്കാനും സംസാരിക്കാനും ഷെയർ ചെയ്യാനുമുള്ള ഒരു ഇടമുണ്ടാക്കുക എന്നുള്ളതാണ്. ഒന്ന് വൈകുന്നേരങ്ങളിൽ തന്നെ നമ്മളിപ്പം ഒരു തൊഴിൽ കഴിഞ്ഞ ശേഷം നിശ്ചിത സമയമെങ്കിലും നമ്മൾ വിശ്രമിക്കാനോ അല്ലെങ്കിൽ മറ്റ് ഗ്രൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ ക്ലബ്ബുകളിലേക്കോ അങ്ങനെ നമ്മൾ പരമാവധി സമയം നമ്മുടെ സൗഹൃദപരമായി ചെലവഴിക്കുക. അത് സ്ത്രീയായാലും പുരുഷനായാലും വ്യത്യാസമന്യേ എല്ലാവരും ഇത്തരം പരമാവധി സമയങ്ങളിൽ അവരുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിലാകെ ഏറ്റവും സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചെല്ലാം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരേറ്റവും കൂടുതൽ സമയം കണ്ടെത്തുക ഇങ്ങനെയായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ജപ്പാനാണെന്ന്, അവരുടെ ജീവിത രീതി തന്നെ അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ സമയം ഒരു സായന്ത്രങ്ങളിലും മറ്റും വിനോദങ്ങളിലും മറ്റും പരമാവധി സമയം ഏർപ്പെടുക എന്നുള്ളതാണ്. ലോകത്ത് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും ശാസ്ത്രീയമായി നടത്തിയ പഠനത്തെ സംബന്ധിച്ച് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയൊരു പഠനമുണ്ട്. 1936 38 ആരംഭിച്ച ആ പഠനം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അത് ഈ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ ഹാപ്പിനെസ്സിനെ സംബന്ധിച്ച് നടത്തിയ പഠനമാണ്. 2000 ആൾക്കാരിൽ ആരംഭിച്ച ആ പഠനം ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് ആരംഭിക്കുമ്പോൾ അതിനകത്തും പ്രവർത്തിച്ച 3-4 ആൾക്കാരെ മാത്രമേ ഇപ്പം ജീവിച്ചിരിപ്പുള്ളൂ. ഇപ്പോഴും ആ പഠനം തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തും കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു കാരണം പരമാവധി മനുഷ്യൻ ഈ വിനോദങ്ങളിലും മറ്റും ഏർപ്പെടുക, പരമാവധി കൂട്ടായി സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. അത് നഷ്ടപ്പെട്ട് കടുത്ത സ്വാർത്ഥതയിലേക്കും അരാഷ്ട്രീയതയിലേക്കും പുതിയ കാലം നമ്മുടെ പരമാവധി ഈ മനുഷ്യനെ പരമാവധി കൂടുതൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബം എന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്നൊരു വീഴ്ച നമുക്ക് സംഭവിക്കുമ്പോൾ അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്. ഇതിനെല്ലാം ഒറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത രാഷ്ട്രീയവൽക്കരണം സമൂഹത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് സമൂഹത്തിലെ മറ്റ് വിഷയങ്ങളിലൊന്നും ഏർപ്പെടാതെ ഞാനെന്നോ എന്നൊരു ചിന്തയിലേക്ക് മാത്രങ്ങൾ പോകുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും കടുത്ത പ്രതിസന്ധി നമ്മളിലേക്ക് വരികയും എല്ലാം ജയിക്കണം, നേടണം എന്നത് മാത്രം ഒരു കരിയർ ഗൈഡൻസ് നൽകുന്ന ഒരു കാലം, അതിനകത്ത് നൽകുന്ന ചിന്തയെല്ലാം ജയിക്കണം, നേടുക എന്നത് മാത്രമാണ്. ഒരു പരാജയത്തെ സംബന്ധിച്ചോ ചെറിയൊരു വീഴ്ചയോ എങ്ങനെ തരണം ചെയ്യണമെന്ന ചിന്തയോ അല്ലെങ്കിൽ പരാജയം ഉണ്ടാകും ജീവിതത്തിൽ സ്വാഭാവികമാണ് എന്നൊരു ചിന്ത ഈ യുവജനങ്ങൾക്കിടയിലേക്ക് പുതിയ കാലത്ത് എത്തിക്കുക തന്നെ ചെയ്യണം, നിർബന്ധമായി എത്തിക്കണം. ഇന്നിപ്പോൾ 25 വയസ്സ് പ്രായമുള്ള ആൾക്കാർ ജനിക്കുന്നത് 2000-ന് ഇപ്പുറത്തേക്കാണെന്ന ബോധ്യം നമുക്കുണ്ടാകും. സ്വാഭാവികമായിട്ടും സമൂഹം അവർക്ക് നൽകിയ പല അനുഭവങ്ങളുടെ കുറവുമുണ്ടാകും. ആ അനുഭവങ്ങളെ സ്വാഭാവികമായി നമ്മൾ അവരിലേക്ക് പകർന്നു കൊടുക്കാനും, അപ്പോൾ ആത്മഹത്യ ഇത്തരം നിസ്സാര വിഷയത്തിൽ ചെന്ന് പെടേണ്ടുന്ന ഒന്നല്ല എന്നും ഏത് കടുത്ത പ്രതിസന്ധിയെയും അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസിക കരുത്ത് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഗവൺമെൻറ് ഇത്തരം മേഖലയിൽ നന്നായി കേരളത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നു. ഈ അധ്യയന വർഷത്തിൻ്റെ ആരംഭം മുതൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ മനസ്സിലാക്കുന്നു മാർച്ച് 30-ന് സംസ്ഥാന സർക്കാർ തന്നെ, മുഖ്യമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് നിയമസഭാ ഹാളിൽ വിവിധ മേഖലയിലെ വിദഗ്ധരെയും ഞങ്ങളെല്ലാം വിളിച്ചു ചേർത്ത്, വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു വിപുലമായ യോഗം വിളിച്ചു ചേർത്ത് നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെയാണ് യുവജനങ്ങൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലെല്ലാം വർദ്ധിച്ചു വരുന്ന ഈ മാനസികാവസ്ഥയ്ക്കെതിരെ എങ്ങനെ ഇടപെടാം എന്നുള്ളത് ലോകത്താകെ നടക്കുന്ന പ്രതിഭാസമാണ് എന്ന് കരുതിയിട്ട് കേരളം അത് അവരങ്ങ് നടന്നു പോകട്ടെ, ലോകത്താകെ നടക്കുന്നതല്ല എന്നല്ല, അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നത് സംസ്ഥാനത്ത് ഗവൺമെൻറ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തു. ഈ അധ്യയന വർഷം മുതൽ നമ്മുടെ സ്കൂളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും അതുവഴി പൊതുസമൂഹത്തിലേക്കും യുവജനങ്ങൾക്കിടയിലൊക്കെ എല്ലാം ഈ ഒരു മാറ്റം വരാൻ വേണ്ടി പോവുകയാണ്. അത് നമ്മുടെ സമൂഹത്തിൽ വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വിവിധ മേഖലകളിൽ കമ്മീഷൻ എങ്ങനെ ഇടപെടുന്നു എന്നതിനെക്കുറിച്ചാണ് ചെയർമാൻ എം ഷാജർ വ്യക്തമാക്കിയത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഉടനടി സമീപിക്കാൻ കഴിയുന്ന ഒരു അർദ്ധ ജുഡീഷ്യറി സംവിധാനമാണ് യുവജന കമ്മീഷൻ. നമ്മൾ ഈ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ യുവാക്കളെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക്, മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ തൊഴിലില്ലായ്മയാണ്, തൊഴിൽ ഇല്ല എന്നുള്ളൊരു പ്രശ്നം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. സംസ്ഥാന സർക്കാരല്ലേ അങ്ങനെ ആ ചർച്ചകളൊക്കെ വരുമ്പോൾ പ്രതിക്കൂട്ടിലാവുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ
നമ്മുടെ യുവജനങ്ങൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലേക്കും ഒരു തെറ്റായ ഒരു കാര്യം പ്രചരിച്ചു എന്നുള്ളതാണ്. ഞാൻ തൃശ്ശൂർ കലക്ട്രേറ്റിൽ ഈ വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളുമായും അതോടൊപ്പം തന്നെ കോളേജ് യൂണിയൻ ഭാരവാഹികളും NSS NCC വളണ്ടർ ക്യാപ്റ്റന്മാരുമായിട്ടെല്ലാം ഒരു യോഗം കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങൾ നമ്മൾ വിളിച്ചു ചേർത്തു, ഒരു ജാഗ്രതാ സഭ എന്നുള്ള നിലയിൽ. കാരണം യുവജന കമ്മീഷൻ പ്രവർത്തനം താഴേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ മറ്റ് ലഹരിക്കെതിരെ എല്ലാമുള്ള ഒരു ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ തുടക്കമായിട്ട് അങ്ങനെ വിളിച്ചു ചേർത്തപ്പോൾ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലെ ഒരു യൂണിയൻ നേതാവായ വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു, ഞാൻ കേരളത്തിൽ സംസ്ഥാന സർക്കാർ വലിയ ജോലിയൊക്കെ കൊടുക്കുന്നു പറയുന്നു, ഈ 30,000-40,000 രൂപയൊക്കെ വരുന്ന ശമ്പളമൊന്നും ഞങ്ങൾക്ക് വേണ്ട, 3 ലക്ഷം 4 ലക്ഷം രൂപ സാലറി ലഭിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് പോകാൻ വേണ്ടി അച്ഛൻ പറഞ്ഞിട്ടുള്ളത്, വീട് പണയപ്പെടുത്തിയിട്ടായാലും പോവുക, അതുകൊണ്ട് വീട് പണയപ്പെടുത്തിയിട്ടായാലും ഞങ്ങൾ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്നൊരു കമൻറ്റ് പറഞ്ഞു. ഞാൻ ആ വിദ്യാർത്ഥിയോട് പറഞ്ഞു, ഒരു സാധാ കർഷക തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട നമ്മുടെ നാട്ടിൽ കർഷക തൊഴിലാളിയുടെ മകന് 12ാമത്തെ ക്ലാസ് കഴിഞ്ഞാൽ +2 കഴിഞ്ഞാൽ ഒരു 16ഓ 17ാമത്തെ വയസ്സിൽ ഞങ്ങൾ നേരെ അമേരിക്കയിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ UK പോവുകയാണ് എന്ന ചിന്ത അവരിലേക്ക് രൂപപ്പെട്ടത് പോലും കേരളത്തിലായതുകൊണ്ട് മാത്രമാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതിനിടെ മുന്നൊരു ചാനൽ സംവാദത്തിൽ ഞാൻ കേട്ടു, കേരളം ശ്രീലങ്ക പോലെ തകർന്നു പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ തെറ്റായ ദിശയിലേക്ക് മാധ്യമങ്ങളിൽ കൂടിയും മറ്റും നമ്മുടെ കേരളീയ സമൂഹത്തിലേക്ക് എത്തിച്ച ഒരു തെറ്റിദ്ധാരണയാണ്. കേരളം എങ്ങനെ ശ്രീലങ്ക പോലെ ആവുക? ഏത് സാമ്പത്തിക പ്രതിസന്ധിയിൽ വന്നു പോയാലും കേരളം ശ്രീലങ്ക പോലെ ആവില്ലല്ലോ. ശ്രീലങ്ക ഒരു രാജ്യമല്ലേ. നിങ്ങൾ ആരെങ്കിലും ടെക്സാസിൽ സാമ്പത്തിക പ്രതിസന്ധിയെന്നോ ഫ്ലോറിഡയിൽ സാമ്പത്തിക പ്രതിസന്ധിയെന്നോ അമേരിക്കയെക്കുറിച്ച് പറയാറുണ്ടോ? ഒരു രാജ്യത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെടില്ലല്ലോ, ആ രാജ്യത്തിനല്ലേ സാമ്പത്തിക പ്രതിസന്ധി. യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നും നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് വേണ്ടി പോകുന്നതും മെച്ചപ്പെട്ട സാലറിക്ക് വേണ്ടിയിട്ട് ലോകത്തിൻ്റെ ഓരോ രാജ്യങ്ങളിലേക്കും നമ്മൾ തൊഴിൽ നേടി പോകുന്നതിനെയും നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണമെന്നില്ല എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. കാരണം ഒന്ന്, അതിൻ്റെ കുറ്റക്കാരാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്തേക്കോ തലസ്ഥാനത്തേക്കോ വിരൽ ചൂണ്ടാനും പാടില്ല. കാരണം ഏതായാലും നമ്മൾ ജീവിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ എവിടെയെങ്കിലും ഒരു നഴ്സിംഗ് ജോലി ചെയ്യുന്നവർക്ക് 3 ലക്ഷമോ 4 ലക്ഷമോ സാലറി ലഭിക്കില്ല. ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്നത് കേരളമാണ്. കേരളത്തിൽ നിന്നും മെച്ചപ്പെട്ട വേതനത്തിന് വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യുവജനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, കേരളം പുറകിലാണെന്ന് പറയാം. കേരളത്തിന് മാറ്റം വരുത്താൻ വേണ്ടി പറ്റുന്ന, കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിനോ മറ്റോ മാത്രം വിചാരിച്ചാൽ മാറ്റം വരുത്താൻ വേണ്ടി പറ്റുന്നതാണെങ്കിൽ അത് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താം. യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നും തൊഴിൽ തേടിയിട്ട് നമ്മളാരും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നില്ലല്ലോ. ഇന്ത്യയിൽ നിന്നും തൊഴിൽ തേടിയിട്ട് 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ആൾക്കാർ ഇപ്പോൾ കേരളത്തിൽ ജോലി ചെയ്യുകയാണ്. അതിനർത്ഥം കേരളത്തിൽ തൊഴിൽ മേഖലയിൽ തൊഴിലവസരത്തിൻ്റെ കുറവുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ ഇവിടെ നിന്നും എത്ര പേരാണോ പുറത്തു പോയത് അതിനേക്കാൾ നമ്പർ അധികം തൊഴിൽ തേടിയിട്ട് ഇന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് വരികയാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു കർഷക തൊഴിലാളിയുടെ മകനെ ഒരു ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് അച്ഛനോടും അമ്മയോടും എൻ്റെ 17ാമത്തെ വയസ്സ് കഴിഞ്ഞു, ഞാൻ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു, ഞാൻ ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് UK പോകാൻ, ഹയർ സ്റ്റഡിക്ക് UK യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പുതിയ രാജ്യങ്ങൾ കണ്ടെത്തിയിട്ടും അമേരിക്കയിലേക്കും പോകാനുള്ളൊരു ചിന്ത കേരളത്തിലൊരു കർഷക തൊഴിലാളിയുടെ മകന് രൂപപ്പെട്ടത് പോലും കേരളത്തിലായതുകൊണ്ടാണ്. നിങ്ങൾ ഇതിനിടെ ഞാനൊരു സംസ്ഥാനത്തെയോ മറ്റോ കുറ്റപ്പെടുത്തി പറയുന്നില്ല, പക്ഷേ ഇതിനിടെ ഒരു വാർത്ത, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ എന്ന ചിന്ത ആദ്യം ഉണ്ടാകണം. ഇതിനിടെ ഒരു വാർത്ത കണ്ടല്ലോ, ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിയെ കലക്ടർ തന്നെ പോയി അനുമോദിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ടാണ്. അങ്ങനെയുള്ള 10,000-കണക്കിന് ഗ്രാമങ്ങൾ നമ്മുടെ രാജ്യത്തിലുണ്ട്. ആ ഗ്രാമത്തിലുള്ള ഒരു 17 വയസ്സുകാരനെ അവൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അമേരിക്കയോ UK ഒന്നും സ്വപ്നം കാണാൻ ഒരു കർഷക തൊഴിലാളിയുടെ മകന് സാധിക്കുമോ? അവൻ്റെ സ്വപ്നം കണ്ണൂരിൽ വരിക അല്ലെങ്കിൽ കോഴിക്കോട് വരിക, ഒരു ഹോട്ടൽ ജോലിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അത് മോശമായിട്ടല്ല പറയുന്നത്. അവരുടെ സ്വപ്നം കേരളത്തിലേക്ക് വരുന്ന ട്രെയിനിൽ എങ്ങനെയെങ്കിലും ചാടിപ്പറ്റുക, കേരളത്തിൽ വന്ന് ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് ബോംബെയിലോ മറ്റോ പോയിട്ട് എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു ചിന്ത രൂപപ്പെടുന്നില്ലല്ലോ. കേരളത്തിൽ ഇവിടെ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക, അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ട് പരമാവധി ജോലി അല്ലെങ്കിൽ ഏത് മെച്ചപ്പെട്ട ജോലി നേടുക എന്നുള്ളതാണ്. അതിനർത്ഥം കേരളം വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും വലിയ മുന്നിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നിവിടെ ജോലിയിൽ സാലറി കുറവാണ്, പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും സാമ്പത്തിക മേഖല തകർച്ചയെ ഭാഗമായിട്ടല്ല. ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ ഇന്നത്തെ രൂപയുടെ ഡോളറിൻ്റെ വിനിമയ നിരക്ക് 85.59 ആണ്. ഡോളർ കടുത്ത പ്രതിസന്ധി നേരിട്ടിട്ട് പോലും നമ്മളിപ്പോഴും 85.59 നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ രാജ്യം. ആ രൂപയാണ് ഞാനും നിങ്ങളും കേരളത്തിൽ ഉപയോഗിക്കുന്നത് എന്ന ബോധ്യം ആദ്യമുണ്ടായാൽ
നമ്മൾ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന തിരിച്ചറിവ് സമൂഹത്തിനുണ്ടാവും. അവിടെ കേരളത്തിൽ സ്വാഭാവികമായിട്ടും അഭ്യസ്തവിദ്യരുടെ എണ്ണം യഥേഷ്ടം വർദ്ധിക്കും. കാരണം കേരളത്തിൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസം അല്ല 12ാം ക്ലാസ് വിദ്യാഭ്യാസം 1ാം ക്ലാസ്സിൽ ചേർന്ന 100%, 6 വയസ്സ് പൂർത്തീകരിച്ച ഒരാൾ പോലും കേരളത്തിൽ സ്കൂളിൽ പോകാതിരിക്കുന്നില്ല. എന്തെങ്കിലും ശാരീരിക പ്രശ്നമോ മറ്റോ ഉള്ള കുട്ടികളല്ലാതെ അത് തന്നെ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അത്തരം വിദ്യാർത്ഥികളും ചെല്ലുന്നുണ്ട്. എന്നാൽ 100% കുഞ്ഞുമക്കളും 6 വയസ്സ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകുന്നു. ആ സ്കൂളിൽ പോകുന്ന കുഞ്ഞ് 5ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠനം ഉപേക്ഷിക്കുന്നില്ല. 12ാം ക്ലാസ്സും കഴിഞ്ഞ് ഹയർ സ്റ്റഡിക്കാണ് 90%-ത്തിലധികം വിദ്യാർത്ഥികളും കേരളത്തിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞവരും ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞവരും ഗ്രാജുവേറ്റ് ആയവരും ഈ കേരളത്തിൽ നമ്പറിലധികം ഉണ്ടാകും. അങ്ങനെ രൂപപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പിന്നെ PSCയെ സംബന്ധിച്ച് പലരും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 60 ലക്ഷത്തിലടുത്ത ആൾക്കാർ കേരളത്തിൽ PSC രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. ഈ 60 ലക്ഷം ആൾക്കാരുടെയും മനസ്സിനകത്ത് സ്വാഭാവികമായിട്ടും ജോലി നേടണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ഉണ്ടാവുക. കേരളത്തിൽ ആകെയുള്ള സർക്കാർ ജീവനക്കാരുടെ എണ്ണം 5,10,000-അടുത്താണ്. ഈ 5,10,000 ആൾക്കാരും ഇന്ന് ജോലി രാജിവെച്ചാലും 5,10,000 വേക്കൻസിയല്ലേ കേരളത്തിൽ വരൂ. അപ്പോഴും PSC മാത്രം 55 ലക്ഷമാക്കി ജോലി കിട്ടൂലല്ലോ. ഒരു വർഷം കേരളത്തിൽ സ്വാഭാവികമായിട്ടും PSCയിൽ 25,000-നും 30,000-ത്തിനിടയിലാണ് ഈ റിട്ടയർമെൻറ്റും മറ്റും വേക്കൻസി വരുന്നതെങ്കിൽ ഈ 60 ലക്ഷത്തോളം മനുഷ്യരിൽ 59 ലക്ഷം മനുഷ്യർക്കും PSC കിട്ടൂലല്ലോ. അപ്പോൾ കേരളത്തിൽ PSC മുഖാന്തരം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും കൃത്യമായി നിയമനം നടത്തുന്ന സംസ്ഥാനം കേരളമാണ്. ഞങ്ങളുടെ മുമ്പിൽ നിരവധി പരാതികൾ വരാറുണ്ട്. PSC റാങ്ക് ലിസ്റ്റിലുള്ളവർ 1,300-ഓളം റാങ്ക് വ്യത്യസ്ത മേഖലയിൽ പരീക്ഷ നടത്തുന്നതാണ് കേരളത്തിലെ PSC. അങ്ങനെ വിവിധ മേഖലയിൽ PSC റാങ്ക് ലിസ്റ്റിലുള്ളവർ നമ്മുടെ മുമ്പിൽ സമീപിച്ച് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതെ തസ്തിക മറച്ചു വെക്കുന്നുണ്ടോ? ആ നിമിഷം തന്നെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ആ തസ്തിക റിപ്പോർട്ട് ചെയ്യും. നിലവിൽ വേക്കൻസി നിങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസ്, കേരള ഗവൺമെൻറ്റിൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു തസ്തിക വേക്കൻസി കാണാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസിലോ സർക്കാർ സ്കൂളിലോ എവിടെയെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസി കാണാൻ വേണ്ടി പറ്റില്ല. മുഴുവൻ ഫില്ല് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ കൃത്യമായി വേക്കൻസി വരുമ്പോൾ പരീക്ഷ നടത്തി ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഞാൻ മറ്റു മേഖലയിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ മറ്റ് സർക്കാർ ഓഫീസുകളിൽ, കേരളമല്ലാത്ത സർക്കാർ ഓഫീസിൽ ചെന്ന് നോക്കാം. അവിടെ എത്ര വേക്കൻസി കിടക്കുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ റെയിൽവേയുടെ അവസ്ഥ അതിനകത്ത് ഇപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം ഞാൻ ഇരിക്കുന്നൊരു പോസ്റ്റ് വെച്ച് കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ സ്വയം പരിശോധിച്ച് നോക്കാം. 2 സർക്കാർ സംവിധാനത്തിലുള്ള ഓഫീസുകൾ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഓഫീസുകൾ എവിടെയെങ്കിലും വേക്കൻസി കിടക്കുന്നുണ്ടോ നോക്കാം. കൃത്യമായി ഇപ്പോഴും ഫില്ല് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. പരീക്ഷ നടത്തിയിട്ട് PSC അത്ര മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ. അതുകൊണ്ട് തന്നെ എന്താണ് യഥാർത്ഥ പ്രശ്നം? എന്നാൽ നമുക്ക് എല്ലാവർക്കും തൊഴിൽ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അതിന് പറ്റുന്ന വിധത്തിലാണ് കഴിഞ്ഞ ഈ പറയുന്ന ഈ 2ാം സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ പരമാവധി 10-20 ലക്ഷം തൊഴിലവസരം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വിവിധ മേഖലയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റും മറ്റും വർദ്ധിക്കുകയും 28ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളത്തിലെ വ്യാവസായിക മേഖലയെ വ്യവസായ സൗഹൃദത്തിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുകയും 92,000 കോടിയിലധികം ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് വരികയും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ കേരളത്തിലേക്ക് വരുന്ന അവസ്ഥയിലേക്കും നമ്മുടെ ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും എല്ലാം 10,000-കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മേഖലയായും സ്റ്റാർട്ടപ്പ് മേഖലയും കേരളം ലോകത്തിന് തന്നെ മാതൃകയായി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ യൂറോപ്പിലേക്കും മറ്റും പോകാതെ തന്നെ ഇവിടെ പുതിയ തൊഴിൽ മേഖലയിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞവർക്കുൾപ്പെടെ ഗ്രാജുവേറ്റ് ആയവർക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം കേരളത്തിൽ ഒരുങ്ങി വരുന്നു എന്ന പുതിയൊരു പ്രതീക്ഷ അത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഈ കാലത്തും പറയുന്നു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. അത് വലിയ മുന്നേറ്റം കേരളത്തിലുണ്ട്. എൻ്റെ ഒരു സംശയം, ഒരു അർദ്ധ ജുഡീഷ്യറി സംവിധാനമാണല്ലോ യുവജന കമ്മീഷൻ. ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകാൻ കഴിയുന്ന ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് നമ്മുടെ റെയിൽവേ, അതോടൊപ്പം തന്നെ BSNL. ഈ മേഖലയിലൊന്നും ഇപ്പോൾ ഈ നിയമനങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായി വരികയാണ്. ഒരു പരാതി കമ്മീഷന് കിട്ടുകയാണ്, എൻ്റെ അവസരം നിഷേധിക്കുകയാണ്. കമ്മീഷനെ അങ്ങനെ സമീപിച്ചാൽ കമ്മീഷന് അതിന് ഇടപെടാനും ഈ റെയിൽവേക്ക് ഉൾപ്പെടെ നോട്ടീസ് നൽകി എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിക്കാനും നിങ്ങൾക്ക് പറ്റില്ലേ? ഇല്ല, ഈ സംസ്ഥാന കമ്മീഷൻ്റെ പരിമിതി സംസ്ഥാനത്തിന് പുറത്ത് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് പുറത്തുള്ള വിഷയത്തിൽ പരാതി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കേന്ദ്ര സർവീസിന് കീഴിലുള്ള ഏതെങ്കിലും ഒരു ഓഫീസിനെതിരായ പരാതിയോ മറ്റോ സ്വീകരിക്കാൻ സംസ്ഥാന യുവജന കമ്മീഷൻ സാധിക്കില്ല. സംസ്ഥാനമാണ് അതിൻ്റെ പരിധി വരുന്നത്. സാധിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായും സ്വാഭാവികമായിട്ട് ഇടപെടേണ്ടതില്ലേ? കാരണം തൊഴിൽ മേഖലയിൽ കടുത്ത പ്രശ്നം നിലനിൽക്കില്ലേ? ലക്ഷക്കണക്കിന് ഒഴിവുകളല്ലേ ഇത്തരം മേഖലയിൽ നിൽക്കുന്നത്? ലക്ഷക്കണക്കിന് ഒഴിവുകൾ. BSNL തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷത്തിന് മുന്നേയുള്ള BSNL ജോലി ചെയ്തവരും ഇന്ന് ജോലി ചെയ്ത നമ്പറും എടുത്ത് പരിശോധിച്ച കുറവല്ലേ? നിങ്ങൾ നോക്കണം, ഒരു 2005-ലോ 2010-ലോ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിൽ ശമ്പളം വാങ്ങിച്ച മനുഷ്യരുടെ എണ്ണം എത്രയാണ്, ജീവനക്കാരുടെ എണ്ണം എത്രയാണെന്ന് നോക്കിയാൽ ഇന്ന് ഞാൻ ഇരിക്കുമ്പോൾ അതിനേക്കാൾ
അധികമല്ലാതെ ഒരു നമ്പർ കുറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ആർക്കുവാണെങ്കിലും വെല്ലുവിളിച്ച് ചോദിക്കാൻ വേണ്ടി പറ്റും. ഒരു നമ്പർ കുറയില്ല, വർധനവ് മാത്രമേ ഉള്ളൂ. എന്നാൽ മറുവശത്ത് അങ്ങനെയല്ല. 10 ലക്ഷത്തിന് മുകളിലാണ് നിലവിൽ വേക്കൻസി രാജ്യത്താകെ പല മേഖലയിലും കിടക്കുന്നത്. അത് വലിയ പ്രശ്നമാണ്. കാരണം തൊഴിൽ അപ്പോൾ പറയും ഈ പ്രൈവറ്റ് ഒരു കാരണവശാലും സർക്കാർ സർവീസിൽ ജോലി നൽകുന്ന ഒരു മേഖലയെ തകർത്തുകൊണ്ട് അത് സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളത് കടുത്ത അനീതിയാണ്. കാരണം ഇതൊരു റോൾ മോഡലാണ്. മറ്റു തൊഴിൽ മേഖലയിലേക്ക് പോലും നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ അതിന് മോഡലായി നിൽക്കേണ്ടതാണ് ഗവൺമെൻറ് നൽകുന്ന സർവീസ്. ഗവൺമെൻറ് 1000 പേർക്ക് മാത്രമേ ജോലി കൊടുക്കുന്നുള്ളെങ്കിൽ പോലും ആ 1000 പേർക്ക് കൊടുക്കുന്ന തൊഴിൽ സുരക്ഷയാണ് മറ്റ് തൊഴിൽ മേഖലയിലേക്ക് സ്വാഭാവികമായി അനുവദിക്കേണ്ടത്. അങ്ങനെ ഒരു തൊഴിൽ മേഖല അവിടെ നിലനിൽക്കണ്ടേ? അങ്ങനെ ഒരു തൊഴിൽ മേഖല ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു തൊഴിലാളി എന്നുള്ള പദം പോലും നമ്മുടെ രാജ്യത്ത് പല തൊഴിൽ കോഡുകളിൽ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പോവുകയാണ്. അത്തരം ഘട്ടത്തിൽ ഭാവിയിൽ തൊഴിൽ മേഖലയിലേക്ക് കടക്കുന്നവർ കടുത്ത ചൂഷണത്തിന് വിധേയമാകുന്ന, അവരുടെ പ്രധാന പ്രായം മുഴുവൻ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് 40 45 വയസ്സാകുമ്പോഴേക്കും അവിടെ ഇങ്ങനെ ചണ്ടിയായി പുറത്തേക്ക് ചാടുന്ന അവസ്ഥയിലേക്ക് കോർപ്പറേറ്റുകൾ നമ്മളെ തൊഴിൽ മേഖലയെ മാറ്റിയെടുക്കും. അപ്പോൾ ഒരു തൊഴിലാളിയുടെ ഏറ്റവും സംതൃപ്തിയോടുകൂടി തൊഴിൽ ചെയ്ത് അവരുടെ സംഭാവന ആ തൊഴിൽ മേഖലയിലേക്ക് നൽകുകയും വളരെ സന്തോഷത്തോടുകൂടി ഹാപ്പിനെസ്സായി ജീവിക്കുക എന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം തകരും. അത് തൊഴിലാളി എന്ന പദം തന്നെ ഇല്ലാതാകാൻ പോവുകയാണ്. അതുകൊണ്ട് കേരളം സ്വീകരിക്കുന്ന ഈ മാതൃക അത് സർക്കാർ മേഖലയിൽ കൃത്യമായും പരീക്ഷ നടത്തിയും മറ്റും തൊഴിൽ നൽകുകയും മറ്റ് മേഖലയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാത്ത നിലയിൽ തന്നെ സംസ്ഥാന തൊഴിൽ വകുപ്പ് ഇടപെടുകയും ഏറ്റവും സംതൃപ്തിയും സന്തോഷത്തോടു കൂടിയിട്ട് തൊഴിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ യുവജനങ്ങൾക്കും തൊഴിലാളികൾക്കും ഈ സമൂഹത്തിൽ ഒരുക്കുക എന്ന ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാന സർക്കാർ നിറവേറ്റുന്നുണ്ട്. അതിൽ യുവജന കമ്മീഷനും ഏറെ സംതൃപ്തിയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഏതെങ്കിലും മേഖലയിൽ വിഷയം ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അപ്പം തന്നെ അത് ഏതെങ്കിലും സർക്കാർ മേഖലയിലായിക്കോട്ടെ ഏത് മേഖലയിലും അവരുടെ അവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം യുവജനങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ സ്വമേധയാ കേസെടുത്തായാലും ആ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടായാലും യുവജന കമ്മീഷൻ ഇടപെടുന്നുണ്ട്. ആവശ്യമായ ശുപാർശകൾ അത് നിർവഹിക്കാൻ വേണ്ടി യുവജന കമ്മീഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് യുവാക്കൾ തൊഴിൽ തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പോകുമ്പോൾ അവിടെ കേരളത്തിന് ഒരു പരിഗണന കിട്ടുകയാണോ? കേരളത്തിലെ ആളുകൾക്ക് കൂടുതൽ ഒരു പരിഗണന കിട്ടുന്ന ഒരു സാഹചര്യം, അത് നമ്മുടെ ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു വിജയം കൂടിയാണോ? തീർച്ചയായും കേരളം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നമ്മൾ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം 957 മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഞാൻ കുറച്ച് പറയുന്നതല്ല. അപ്പോൾ സിവിൽ സർവീസൊക്കെ റാങ്ക് വരുമ്പോഴൊക്കെ മുമ്പിൽ മറ്റ് സംസ്ഥാനം വരുന്നു എന്നൊക്കെ ചില സംസാരിക്കുന്നത് കാണാം. പക്ഷേ നമ്മളതിൽ പരിശോധിക്കേണ്ടത് ഏറ്റവും ഉയർന്ന ജീവിത നിലവാരത്തിൽ നിൽക്കുന്ന ഒരു മുകൾ തട്ടിൽ ജീവിക്കുന്ന ഒരു 10% ജീവിതവും അവരുടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും അതിൻ്റെ ഉന്നത റാങ്കിനെക്കുറിച്ചുമല്ല സംസാരിക്കേണ്ടത്. ഏറ്റവും അടിത്തട്ട് തൊട്ട് സമൂഹത്തിലെ 100% മനുഷ്യരും തുല്യമായ വിദ്യാഭ്യാസം നേടുകയും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവരുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിദ്യാഭ്യാസത്തിൽ കൂടി ഈ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കാൻ കേരളത്തിന് സാധിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അടിസ്ഥാനമായ ജീവിതത്തിൽ നിന്നും വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയ മനുഷ്യരുടെ നമ്പർ കേരളത്തിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഭൂരിപക്ഷ നമ്പറായിരിക്കും. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. അതിന് ഏറ്റവും പ്രധാന കാരണമായത് 57-ലെ EMS സർക്കാർ തന്നെയാണ്. രാജ്യത്ത് എവിടെയുമില്ലാത്ത ഒരു ജീവിതാന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കിയത്. എന്ത് നിഷേധിക്കപ്പെടുന്ന സംസാരം ആര് നടത്തിയാലും അത് മറച്ചു വെക്കാൻ വേണ്ടി പറ്റില്ല. 57-ലെ EMS സർക്കാർ അന്ന് ആദ്യമായി എടുത്ത തീരുമാനം കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമത്തിൽ ഒപ്പിടലാണ്. സ്വാഭാവികമായി സമൂഹത്തിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത മനുഷ്യർക്ക് ഭൂമി ലഭ്യമാക്കുന്ന ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിച്ച് 67-ൽ EMS സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഭൂപരിഷ്കരണം യാഥാർത്ഥ്യമാക്കിയതോടുകൂടി എല്ലാ മനുഷ്യർക്കും ഏതാണ്ട് 90% ഭൂമി ലഭിക്കുന്ന അവസ്ഥയായി. സ്വന്തമായി ഭൂമി ലഭിക്കുന്നതോടുകൂടി ഒരു അഡ്രസ്സ് സമൂഹത്തിൽ രൂപപ്പെട്ടു. 57-ലെ സർക്കാർ രണ്ടാമത് നടപ്പിലാക്കിയത് വിദ്യാഭ്യാസ നയമായിരുന്നു. ഓരോ 1.5 കിലോമീറ്റർ LP സ്കൂൾ, ഓരോ 3 കിലോമീറ്റർ UP സ്കൂൾ എന്ന സംവിധാനം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെ മനുഷ്യർ ജീവിക്കുന്നു അവിടെ നിന്നും 1.5 കിലോമീറ്റർ നടന്നാൽ 1500 മീറ്റർ നടന്നാൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കാൻ വിദ്യാഭ്യാസം കിട്ടി. ഇപ്പോഴും രാജ്യത്ത് പലയിടത്തും ആയിട്ടില്ല. അത് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ അതോടൊപ്പം തന്നെ ഭൂപരിഷ്കരണവും രണ്ടും നടപ്പിലാക്കിയതാണ് ഇന്ന് കാണുന്ന തരത്തിലേക്കുള്ള വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിക്ക് കാരണമായിട്ടുള്ളത്. ഒരു 40 വർഷം ഇപ്പുറം എത്തി നിൽക്കുമ്പോൾ 1997 2000 എത്തി നിൽക്കുമ്പോഴേക്കും എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിതമായി, നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസമായി. ലോകത്തിൻ്റെ ഇപ്പം പലരും പറയാറുണ്ട് കേരളം വിദേശത്തു നിന്ന് വരുന്ന പണം, പ്രവാസികളുടെ പണം കുറവല്ല.
ഏറ്റവും മികച്ചതാണ്. പക്ഷേ ഒരു 1960-70 കാലത്ത് വന്ന പണവും ഇന്നത്തെ വരുമാനം വെച്ചും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും ദുബായിലേക്കും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കും പോയത് ഈ ബോംബെയിൽ പോയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ വിമാനത്താവളം ആരംഭിച്ചതും വിമാനത്താവളത്തിൻ്റെ കേന്ദ്രവും കേരളമല്ലല്ലോ. നമ്മളിവിടെ നിന്ന് ബസ്സിൽ ബോംബെയിൽ പോയിട്ട് അവിടെ നിന്നായിരുന്നു നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പറഞ്ഞത്. എന്നാൽ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ നിന്നും പ്രവാസ ലോകത്തേക്ക് പോയി എന്നുള്ളത്, കേരളത്തിൽ നിന്നും പ്രവാസ ലോകത്തേക്ക് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി, അത് കേരളത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായി. അങ്ങനെ പോയവർ ഈ തലമുറ പോകുന്നത് ഉയർന്ന വിദ്യാഭ്യാസവുമായിട്ടാണ്. ഉയർന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ജോലി ചെയ്യുന്ന ഒരു 40-45 വയസ്സിന് താഴെയുള്ള എല്ലാ മനുഷ്യർക്കും ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനും അറിയുന്ന ഏക നാട് ഈ കേരളം മാത്രമായിരിക്കും. സ്വാഭാവികമായിട്ടും ആ ഉയർന്ന വിദ്യാഭ്യാസത്തോട് കൂടിയിട്ട് കേരളത്തിൻ്റെ പുറമേക്ക് പോവുകയും ലോകത്തിൻ്റെ ഓരോ കോണിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെ ഉയർന്ന പോസ്റ്റ് തൊട്ട് അതിൻ്റെ അടിസ്ഥാനപരമായ തൊഴിലാളി വരെ മലയാളികളുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റു പല രാജ്യങ്ങളിലെയും അനുഭവസ്ഥർ പറയുന്ന കേൾക്കാം, മലയാളികളായിരിക്കുന്ന നഴ്സുമാരെ, മലയാളികളായിരിക്കുന്ന ഡോക്ടർമാരെ, മലയാളികളായിരിക്കുന്ന എഞ്ചിനീയർമാരോട് പ്രത്യേക താല്പര്യം ചില പ്രദേശങ്ങളിൽ രൂപപ്പെട്ടു വന്നത് അത് കേരളത്തിൻ്റെ വലിയ നേട്ടമായി തന്നെ കാണാം. അത് ഏതെങ്കിലും വ്യക്തിപരമായി 1-2 ആൾക്കാർ തുടക്കം കുറിച്ചതല്ല. അത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഉഴുതുമറിച്ച കേരളത്തിൽ 57 EMS സർക്കാർ തുടങ്ങി വെച്ച വിദ്യാഭ്യാസ മേഖലയിലെ ഈ സമഗ്രമായ പുരോഗതിയും ഭൂപരിഷ്കരണവും ഇന്നെത്തി നിൽക്കുമ്പോൾ ഈ സർക്കാർ കൂടി നടപ്പിലാക്കുന്ന വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിൽ ഊന്നിക്കൊണ്ട് കേരളത്തെ വലിയ പുരോഗതിയിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോട് പ്രവർത്തിക്കുന്ന ഈ ഗവൺമെൻറ് ഇപ്പോൾ 2025 നിൽക്കുമ്പോൾ അത് ഏതാണ്ട് ലക്ഷ്യത്തിലെത്തുന്നു. വലിയ അഭിമാനകരമായ മുന്നേറ്റത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകുന്നുണ്ട്. എന്തായാലും കേരളത്തെ കുറ്റം പറയുന്നവർ നമ്മുടെ മാറ്റങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെങ്ങനെ ഇങ്ങനെയായി എന്ന കാര്യം അറിയണമെങ്കിൽ ചരിത്രം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ മാറ്റം വലിയ തോതിലുള്ള വികാസത്തിനും നമ്മുടെ രാജ്യത്ത് തന്നെ അഭിമാനമായി മാറാനും കഴിഞ്ഞതിന് പിന്നിൽ പലവിധ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടലുകൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ കേരളത്തിൽ നിന്നുള്ളവർക്ക് ഇത്രയേറെ പരിഗണന കിട്ടുന്നുവെങ്കിൽ അത് നമ്മുടെ വിജയം തന്നെയാണ്. കേരളം ഇങ്ങനെ മാറുന്നു, നവകേരളത്തിലേക്ക് പോകുന്നു എന്നൊക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. മാറ്റം പ്രകടമാണ്. നമ്മൾ ഏത് മേഖലയിൽ നോക്കിയാലും മാറ്റമുണ്ട്. നമ്മുടെ യുവാക്കൾ അതിനനുസരിച്ച് മാറിയിട്ടുണ്ടോ? കമ്മീഷൻ എന്താണ്, നമ്മുടെ യുവാക്കൾ ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നത് പരിശോധിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ വിമർശനം വരുന്നത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടാണ്. യുവാക്കൾ ലഹരിക്ക് അടിമപ്പെടുന്നു എന്നുള്ള വിമർശനമാണ്. ആ കാര്യങ്ങളൊക്കെ കമ്മീഷൻ പരിശോധിച്ചിട്ടുണ്ടോ? എന്താണ് സംഭവിക്കുന്നതെന്ന്? ലഹരി ഉപയോഗം, ഈ സിന്തറ്റിക് ലഹരിയുടെ ഉപയോഗം ലോകത്താകെ വലിയ നിലയിൽ വർദ്ധിച്ചു വന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലഹരി കേരളത്തിലേക്ക് വലിയ നിലയിൽ കടന്നു വരുന്നത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ബോംബെ പോലുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വൻ മാഫിയകളിൽ നിന്നാണ് കേരളം ലക്ഷ്യമിട്ടുകൊണ്ട് ഗ്രാമങ്ങളിലേക്ക് ഈ സിന്തറ്റിക് ലഹരി നഗരങ്ങളെ വ്യത്യാസമന്യേ ഒഴുകി വരുന്നുണ്ട്. അതിനകത്ത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം, ലഹരിയുടെ ഒഴുക്ക് ഈ പറയുന്ന നഗരങ്ങളിൽ നിന്നും രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിലേക്ക് എന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലേക്കും വരുന്നുണ്ട്. അതിൻ്റെ കടുത്ത പ്രതിസന്ധി കഴിഞ്ഞ വർഷക്കാലങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. അത്തരം ദുരന്ത മുഖത്ത് നിന്നുകൊണ്ടും അതിനെങ്ങനെ പ്രതിരോധിക്കാം എന്നതിന് വലിയ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ് നേതൃത്വത്തിൽ തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ്. യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും, അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും എല്ലാം ഈ വിഷയത്തിൽ നല്ല നിലപാടെടുക്കുന്നുണ്ട്. പരമാവധി ലഹരിക്കെതിരായി തന്നെ വലിയ ക്യാമ്പയിൻ ഉയർത്തിപ്പിടിക്കുന്നു. ഇപ്പോൾ DYFI തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ അധ്യയന വർഷത്തിൻ്റെ ഈ മധ്യവേനലവധിക്കാലം നടത്തിയ 100 കണക്കിന് ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ നടത്തിയ ഈ ലഹരിയാവാം കളിക്കളങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ കായിക മത്സരങ്ങളും മറ്റുമെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് വിദ്യാർത്ഥി യുവജന സംഘടനകളും എല്ലാം ഈ രംഗത്ത് വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ സമൂഹത്തിൻ്റെ കൂട്ടായ ഒരു പ്രവർത്തനത്തിൽ കൂടി ലഹരിക്കെതിരായ ഒരു വലിയ മനോഭാവം വളർത്തിയെടുക്കാൻ സാധിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ 1-1.5 മാസക്കാലത്തിനിടയിൽ വലിയ നിലയിലുള്ള ലഹരിക്കെതിരായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും നല്ല ഇടപെടൽ പോലീസും എക്സൈസും നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ലഹരിയുടെ ഒഴുക്കിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിച്ചു. കർക്കശമായ നിലയിൽ തന്നെ നിയമം മുന്നോട്ട് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ലഹരി ഉപയോഗത്തിൻ്റെ കാരണം എന്ത് എന്ന് അതിൻ്റെ ഒരു കാര്യകാരണ സഹിതം പഠിക്കാൻ നമുക്ക് തയ്യാറാകണം.
ഇപ്പോൾ കഴിഞ്ഞ അധ്യയന വർഷം നമ്മുടെ സംസ്ഥാനത്താകെ വലിയ അക്രമം വിദ്യാർത്ഥികൾക്കിടയിൽ നടന്നു എന്നൊക്കെ 15 വയസ്സുകാരനെ കൊലപ്പെടുത്തുന്നു, പിന്നെ 22 വയസ്സുകാരൻ കുടുംബത്തിൽ 5 പേരെ കൊല്ലുന്നു. ഇത്തരം വാർത്തകളെല്ലാം നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 1999 തോന്നുന്നു, ഒരു അമേരിക്കയിലെ കൊളംബിയ സ്കൂളിൽ 12 വയസ്സുകാരൻ 12 സഹപ്രവർത്തകരെയും ഒരു അധ്യാപികയും കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ കേട്ടു. വെടിവെച്ചു. നമ്മൾ ആരും അതിനെ സംബന്ധിച്ച് അത്രത്തോളം അമേരിക്ക ആയതുകൊണ്ട് അവിടെ ആയുധമുണ്ടാകുമെന്ന് കരുതി ആശ്ചര്യപ്പെട്ടിട്ടില്ല. 2005 മുതൽ 2007 വരെ ഇതുപോലുള്ള ഒരു 5-8 സംഭവം, ഒരാൾ 28 പേരെ കൊല്ലുന്നു, ന്യൂ ടൗണിലും ടെക്സാസിലൊക്കെ നിരവധി വാർത്തകൾ നമ്മൾ കേട്ടു. ഒരു വിദ്യാർത്ഥി 18 പേരെ കൊല്ലുന്നു, 20 പേരെ കൊല്ലുന്നു, 25 പേരെ കൊല്ലുന്ന വാർത്ത നമ്മൾ കേട്ടു. ഇന്ന് 2025 ഈ കണ്ണൂരിൽ സമാനമായൊരു വാർത്തകൾ കേട്ടാൽ നമ്മളത് ഇന്ന് ഞെട്ടി വിറങ്ങലിക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അമേരിക്കയായാലും ലോകത്തിൻ്റെ ഏത് യൂറോപ്യൻ രാജ്യങ്ങളായാലും ഏത് കോണിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളും ഈ കണ്ണൂരിൽ ഇവിടെ ജീവിക്കുന്ന കുട്ടികളുടെയും ജീവിതത്തിൽ ഇന്ന് വല്ല വ്യത്യാസമുണ്ടോ? കാരണം അവരുടെ അഭിരുചിയും അവരുടെ ചിന്തയും അവരുടെ കാഴ്ചയും സ്വഭാവത്തിലും ഒറ്റ ക്രമത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അത് ഞാൻ വ്യക്തിപരമായ ഒരു നിരീക്ഷണം നടത്തിയത് നമ്മുടെ ഈ താമരശ്ശേരിയിൽ 15 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ 15 വയസ്സുകാരൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ ഈ കൊറിയൻ സ്ക്വിഡ് ഗെയിം, ആളെ കൊല്ലുന്ന കണവ ഗെയിമിൻ്റെ ഡോളറിൻ്റെ ചിത്രം ആണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത കണ്ടു. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ള 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെ ഈ കൊറിയൻ സ്ക്വിഡ് ഗെയിമിൻ്റെ പിക്ചർ എടുത്തിട്ട് അവർ അനുകരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നീട് ഇതിനെ സംബന്ധിച്ച് പഠിച്ചു നോക്കിയപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മലയാളത്തിലിറങ്ങുന്ന സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്ന സിനിമകൾ മാത്രം നിർത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ആരെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്ന എന്താണ് നോക്കുന്നുണ്ടോ? 3 വയസ്സ് തൊട്ട് ഫോൺ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ റീല് കാണുന്നതും അവർ ഗെയിമായി കളിക്കുന്നതിലും കൊറിയൻ സ്ക്വിഡ് ഗെയിം ഉൾപ്പെടെയുണ്ട്. കൊറിയൻ സ്ക്വിഡ് ഗെയിമിൻ്റെ അപകടം എന്താണ് എന്ന് ഞാൻ ഒറ്റ ഗെയിമിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് വിവിധ ഗെയിമുകളുണ്ട്. ഈ ഗെയിമിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്ന ആളെ കൊല്ലുമ്പോഴാണ് വിജയിച്ച് വരുന്നത്. എത്ര ആൾക്കാരെ കൊല്ലുന്നു അത്രത്തോളം കൊലപാതകം നടത്തലാണ് ഈ ഗെയിമിൻ്റെ വിജയം. നിങ്ങൾ ആരെങ്കിലും, ഞാനോ നിങ്ങളോ 3-ാമത്തെ 4-ാമത്തെ 5-ാമത്തെ വയസ്സിൽ വെക്കേഷൻ ദിവസം ആളെ കൊല്ലുന്ന ഗെയിം കളിച്ചിട്ടുണ്ടോ? നമ്മൾ 5 കുട്ടിക്കാലത്ത് 5 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അയൽവാസികളോ ബന്ധുക്കളോ ശനിയോ ഞായറോ ദിവസം നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് ഓടിയിട്ട് മരത്തിന് മുകളിൽ കയറിയിട്ടും സൈക്കിളിൽ കയറിച്ചിട്ടും ഉച്ചയാകുമ്പോഴേക്കും വിശന്നിട്ട് വീട്ടിലേക്ക് അമ്മയെ ചോറ് എന്ന് പറഞ്ഞിട്ടാണ് വരിക, അമ്മയെ ഭക്ഷണം എന്താന്ന് പറഞ്ഞിട്ട്. 2:30-3 മണിയായ നമ്മുടെ കുഞ്ഞുങ്ങൾ ഫോൺ കൊടുത്താൽ പോലും ഭക്ഷണം കഴിക്കുന്നില്ല. കാരണം ശാരീരികമായി അധ്വാനിക്കുന്നോ വേർക്കുന്നോ ഇല്ലല്ലോ, വിശക്കുന്നില്ലല്ലോ. ഉറക്കം, വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കളിക്കളങ്ങളിൽ പോയിട്ട് വൈകുന്നേരം 6-7 മണി സമയത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു കുളിയും കഴിഞ്ഞ് 1-2 മണിക്കൂർ പുസ്തകം എടുത്ത് വായിച്ചാൽ അപ്പോൾ 9:30 നമുക്ക് ഉറക്കം വരും. 2 മണിയായ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നുണ്ടോ? അപ്പോൾ കായികക്ഷമത, ആരോഗ്യം എന്നുള്ളത് വലിയ പ്രശ്നമാണ് പുതിയ തലമുറയെ. വളരെ ബോധപൂർവ്വം നമ്മുടെ കുഞ്ഞുങ്ങളെന്തോ വെടിയേറ്റി പോകും, അല്ലെങ്കിൽ മറ്റേ മണ്ണ് പറ്റിയ മോശമായി പോകും എന്ന് കരുതി നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് ഗ്രൗണ്ടുകൾ കളിക്കളങ്ങളിലേക്ക് വിടാത്തൊരു മാനസികാവസ്ഥയെ ആദ്യം മാറ്റണം. അപ്പോൾ കളിക്കളങ്ങളിലേക്ക് വിടണം. പ്രാദേശികമായ കളികളും പ്രാദേശികമായ സംസ്കാരങ്ങളിലേക്കും നമ്മൾ പോകണം. ലോകമാകെ ഒരു വില്ലേജ് ഗ്ലോബലൈസേഷൻ യാഥാർത്ഥ്യമായി. അപ്പോൾ 1995-99 അമേരിക്കയിൽ കേട്ട വാർത്ത 2021 ലോകത്തെമ്പാടും കേൾക്കും. അപ്പോൾ അത് ലോക പശ്ചാത്തലം ഇതാണ്. അപ്പോൾ അതിനെ അനുവദിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് അവർ ശരി, അപ്പോൾ ലോകമാകെ നടക്കുന്നതല്ലേ ഇനി ഇവിടെ നടക്കും എന്നുള്ളതല്ല. അപ്പോൾ ഇതാണ് കാരണങ്ങളിലൊന്ന്. ലഹരി മാത്രമല്ല, നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ അക്രമത്തെയും കൊലപാതകത്തെയും മരണം, ആളെ കൊല്ലുന്ന ന്യൂസ് കേൾക്കുമ്പോഴും വറങ്ങലിച്ച് നിൽക്കാത്ത കൈമുറിഞ്ഞ് ചോരയൊലിക്കുമ്പോൾ ചെറിയ കുഞ്ഞ് ഫോൺ എടുത്തിട്ട് അത് ഗെയ്സ് എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുന്ന രംഗം ചില കുടുംബങ്ങളൊക്കെ നമ്മോട് പറയുകയാണ്. അടുക്കളയിൽ നിന്നും കൈമുറിഞ്ഞ് ചോര പുറത്തേക്ക് വരുമ്പോൾ ഓടി വന്ന് ചോര കണ്ട കുഞ്ഞ് ബോധം കെട്ട് പോകുന്നോ കരയുന്നോ ഇല്ല, ഫോൺ എടുത്ത് ഗെയ്സ് ഇതാ ചോര വന്നിരിക്കുന്ന പറയുന്നത്. അപ്പോൾ ചോര കാണുമ്പോൾ ഭയപ്പെടാതിരിക്കുന്നത് നമ്മളിത് കണ്ട് അഡിക്റ്റായി മാനസികമായി. ആളെ കൊല്ലുമ്പോൾ ജയിക്കുന്നതാണ്. ആളെ കൊന്നിട്ടായാലും ജയിക്കണം, ജയം മാത്രം, കൊന്നിട്ടായാലും ജയിക്കണം. അതിൽ ശത്രു കുടുംബങ്ങളും വരും, അമ്മയും വരും, അച്ഛനും വരും, കൂടപ്പുറപ്പുകളും ഉണ്ടാവും, കൂടെ പഠിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിൽ ലോകം എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു കടുത്ത അരാഷ്ട്രീയവാദത്തിലേക്ക് നമ്മുടെ സമൂഹമാകെ എത്തിച്ചേർന്നു. മറ്റും നമ്മുടെ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്നവരാണ് ഇന്നത്തെ രക്ഷിതാക്കൾ. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന രക്ഷിതാക്കൾ പത്രം വായിക്കുന്നുണ്ടോ? നിങ്ങൾ വാർത്ത കാണുന്നുണ്ടോ? നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വായനാശീലം വർദ്ധിപ്പിക്കുമ്പോൾ രക്ഷിതാക്കൾ എന്ന് പറയുന്ന 30 വയസ്സുകാരനും 35 വയസ്സുകാരനും ഉൾപ്പെടെ സമൂഹത്തെയും ലോകത്തെയും പഠിക്കണം. ലോകത്ത് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കണം.
പത്രവായനയും ന്യൂസ് റീഡിങ്ങും ന്യൂസ് കേൾക്കുന്നതും വർദ്ധിക്കണം എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ സംബന്ധിച്ച് പഠിക്കുകയും കേവലമായ ആനന്ദത്തിലേക്ക് മാത്രം ലോകം ചുരുങ്ങരുത്. പക്ഷേ വാർത്തകളിലും ഇത് കാണാനുള്ളൂവെങ്കിലും ഇതിനകത്ത് നമുക്ക് സ്വാഭാവികമായി രൂപപ്പെട്ട് വരുന്ന ചില അറിവുകളുണ്ട്. അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടുന്ന അറിവുകൾ പോലും നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെടുന്നു എന്നുള്ള ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. ഗുരുതരമായ പ്രശ്നമാണത്. കേവലമായ ആനന്ദത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ഇന്ത്യൻ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ ഇത് പലയിടത്തും പറയുന്നതാണ്. പിന്നെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് 10-15 യുവാക്കൾക്കിടയിലേക്ക് ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറയുന്നതിൽ EMSൻ്റെയും നെഹ്റുവിൻ്റെയും ചിത്രമാണ്. രാഷ്ട്രപതിയുടെ ചിത്രം കണ്ടപ്പോൾ ഇത് ഏതോ രാഷ്ട്രീയക്കാരിയാണെന്ന് മാത്രമാണ് ഉത്തരം പറയുന്നത്. കരിപ്പൂർ വിമാനത്താവളം ഏത് ജില്ലയിലാണെന്ന് കോളേജിൻ്റെ സ്റ്റോപ്പിൽ പോയി ചോദിക്കുമ്പോൾ ആ ജില്ലയുടെ പേര് പറയാൻ 13 കുഞ്ഞുങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി വേണ്ടുന്ന വിദ്യാഭ്യാസം കൂടി പകർന്നു കൊടുക്കാൻ നമ്മൾക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട്. ഒരു തലമുറയാകെ അപഹസിക്കാൻ കുറ്റപ്പെടുത്താൻ വളരെ മിടുക്കന്മാരാണ്. ചെറിയ കാര്യങ്ങൾ വളരെ വേഗത്തിൽ പഠിക്കാനും ഏറ്റവും മികച്ച ശേഷിയുമുള്ള ഒരു തലമുറയാണ് ഈ തലമുറ. പക്ഷെ ആ തലമുറയെ ഈ രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ കൊടി പിടിക്കൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചും നാടിനെ സംബന്ധിച്ചും ചരിത്രത്തെ സംബന്ധിച്ചും എല്ലാമുള്ള അറിവിൽ കൂടി നമ്മുടെ സാമൂഹ്യപരമായ ജീവിയാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതും തെറ്റേത് തിന്മയേത് നന്മയേത് എന്ന് തിരിച്ചറിയാൻ ശേഷി കാണും. നിങ്ങളുടെ മാധ്യമങ്ങളിൽ കൂടി മാത്രമോ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ മാത്രമോ വരുന്ന വീഡിയോ കണ്ട് വിശ്വസിക്കുന്ന തലമുറയെ തീരരുത്. ആ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വരുന്ന വീഡിയോ ആരുടെ കയ്യിലാണോ കൂടുതൽ ധനമുള്ളത്, ആർക്കാണോ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക, ആ വീഡിയോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതില്ലാത്ത നന്മയുടെ വീഡിയോക്ക് നന്മക്ക് പണം ഉണ്ടാവില്ല. നന്മയുടെ ചിത്രം നമ്മുടെ മുമ്പിലേക്ക് എത്തില്ല. ആരുടെ കയ്യിലാണോ കൂടുതൽ കൊള്ളയടിച്ച പണമുണ്ടാവുക അവരുടെ ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ചിലപ്പോൾ മനുഷ്യനെ കൊല്ലുന്നതായിരിക്കാം, ചിലപ്പോൾ ഭീകരമായി മനുഷ്യൻ്റെ മനസ്സിനകത്തേക്ക് വിഷം വിത്തി വരക്കുന്ന വർഗീയതയായിരിക്കാം, മനുഷ്യനെ വെറുപ്പ് സൃഷ്ടിക്കുന്നതായിരിക്കാം. ഇങ്ങനെ ചില തിന്മകൾ നമ്മുടെ മാധ്യമങ്ങളിൽ കൂടി നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് തിന്മയാണ്, ഇതാണ് ശരി എന്ന് തിരിച്ചറിയണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് സമൂഹത്തെ സംബന്ധിച്ച് പഠിക്കാൻ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനുള്ളൊരു വിദ്യാഭ്യാസം കൂടി നമ്മൾ പകർന്നു കൊടുക്കണം. അതുകൊണ്ട് അറിവിനോടൊപ്പം തന്നെ വിജ്ഞാനം കൂടി നൽകാൻ നമ്മുടെ മക്കൾക്ക് തയ്യാറാകണം. അറിവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അറിവിനോടൊപ്പം തന്നെ വിജ്ഞാനം കൂടി നമ്മൾ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അടിത്തട്ടിലൂന്നിയിട്ടുള്ള വിദ്യാഭ്യാസം അനിവാര്യമാണ്. നമ്മളെല്ലാം ഈ വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. അത് ഗൗരവമാണ്. എന്തായാലും മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിൽ വേണം എന്നതിനെക്കുറിച്ചാണ് യുവജന കമ്മീഷൻ ചെയർമാൻ M. ഷാജർ വിശദീകരിച്ചത്. നമ്മൾ താങ്കൾ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, ഈ അരാഷ്ട്രീയവാദം അതിങ്ങനെ ശക്തിപ്പെട്ട് വരികയാണ്. അതിന് പിന്നിൽ എന്താണ്? നമ്മുടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുമ്പോൾ അവിടെയും കാണാം ഈ ചില കൂട്ടായ്മകളൊക്കെ രൂപപ്പെടുത്തി ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായ വിദ്യാർത്ഥി സംഘടനകളൊക്കെ മാറ്റി നിർത്തി അവിടെ ഒരു കൂട്ടായ്മകൾ രൂപപ്പെടുന്നു. പ്രൊഫഷണൽ കോളേജുകളിലാണ് അത് കൂടുതലായും കണ്ടുവരുന്നത്. അപ്പോൾ അതിനൊക്കെ പിന്നിൽ ചില ഗൂഢശക്തികളുണ്ടോ? എന്താണ് കമ്മീഷൻ്റെ ഒരു അഭിപ്രായം? അത് ലോകത്തെമ്പാടും സ്വാഭാവികമായിട്ടും തൊഴിലാളി വർഗത്തിൻ്റെ മുന്നേറ്റത്തെ ശിഥിലമാക്കുക എന്നുള്ളത് സാമ്രാജ്യത്തിൻ്റെ അജണ്ട തന്നെയാണ്. അതിൻ്റെ ഉൽപ്പന്നമായി ലോകത്തെമ്പാടും ഈ പറയുന്ന ഐഡൻറ്റിറ്റി പൊളിറ്റിക്സും സ്വത്വ രാഷ്ട്രീയവും മറ്റും ഈ 1990 ശേഷം ലോകത്തെമ്പാടും വർദ്ധിച്ചു വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിശാലമായ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ സത്യം, സമത്വം, സാഹോദര്യം, സോഷ്യലിസം, മുതലാളിത്തം, ഇങ്ങനെ വലിയ വലിയ മുദ്രാവാക്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെറു മുദ്രാവാക്യം, ജാതി, മതം, വംശം, അങ്ങനെ ചുരുക്കിയിട്ടുള്ള മുദ്രാവാക്യത്തിലേക്ക് ലോകത്തെ കേന്ദ്രീകരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് സാമ്രാജ്യത്വം വലിയ ടാറ്റിക്സ്, അതിന് വലിയ പഠനം നടത്തി ചെയ്തൊരു ടാറ്റിക്സാണ്. ലോകത്തെമ്പാടും ഇനി സോവിയറ്റ് യൂണിയൻ പോലെ അല്ലെങ്കിൽ സംഘടിതമായൊരു തൊഴിലാളി വർഗത്തിൻ്റെ മുന്നേറ്റം ഉണ്ടാകരുത്. യഥേഷ്ടം മനുഷ്യനെ ചൂഷണം ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാവണം. ആ ചൂഷണത്തിനെതിരെ തൊഴിലാളി വർഗം ഉയർത്തെഴുന്നേറ്റിട്ട് പോരടിക്കരുത്. അപ്പോൾ അങ്ങനെ ഒന്ന് രൂപപ്പെട്ട് വരാതിരിക്കാൻ വേണ്ടി ലോകത്തെമ്പാടും ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്, സ്വത്വ രാഷ്ട്രീയം, പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഭാഗമായി 1980 തൊട്ട് ഇങ്ങോട്ട് വലിയ പഠനത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ലോകത്തെമ്പാടും ആ ഒരു ഒഴുക്കുണ്ടായി. അവിടെയാണ് ഈ പറയുന്ന ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വിശാലമായ കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് ചെറു കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യനെ കേന്ദ്രീകരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലേക്ക് എത്തി. അങ്ങനെയാണ് ഈ ലോകത്തെമ്പാടും ഈ അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഒരു വിത്തിൻ്റെ തുടക്കം ആകുന്നത്. അപ്പോൾ സംഘടിതമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന വർഗീയതയ്ക്കെതിരെ അല്ലെങ്കിൽ വിശാലമായ കാഴ്ചപ്പാടിൽ സോഷ്യലിസം, മഹത്തരമായ മുന്നേറ്റം, ലോകത്താകെയുള്ള മനുഷ്യരെ സ്നേഹിക്കുക, ലോകത്താകെയുള്ള യുദ്ധങ്ങൾക്കെതിരായി നിൽക്കുക, ഇസ്രായേൽ ഫലസ്തീനിൽ യുദ്ധം ബോംബ് വർഷിക്കുമ്പോൾ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തിയിട്ട്, കാരണം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന കാരണമല്ല, നമ്മുടെ മുമ്പിലേക്ക് എത്തുകയും പൊതുബോധം തീർക്കപ്പെടുകയും ചെയ്യുന്നത് എന്താ? ഒരു കാലത്ത് നമ്മൾ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഫലസ്തീൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്
നമുക്ക് ഒരു സംശയത്തിനുള്ള സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല. പലസ്തീന് വേണ്ടി രാജ്യം ഒറ്റ മനസ്സിൽ നിന്ന ചരിത്രവും പാരമ്പര്യവും നമുക്കുണ്ട്. കാരണം രാജ്യം പഠിപ്പിച്ചതും ലോകത്തിന് മുമ്പിൽ ഇന്ത്യ നൽകിയ സന്ദേശവും അതായിരുന്നു. പക്ഷേ ഇന്ന് ചിലർ അത്തരം പലസ്തീൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്തോ വലിയ കൊടുംപാതകം ചെയ്യുന്നു എന്ന തോന്നച്ചിലേക്ക് എത്തിച്ചത് പോലും ഈ പറയുന്ന അതാണ്. പക്ഷേ ഇന്ന് അതൊരു സംശയത്തിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്താ? ലോകത്തെ മനുഷ്യൻ്റെ മനസ്സിനെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഈ ഒരു ആശയങ്ങൾ എത്തിക്കുന്നത് ലോക മുതലാളിത്തമാണ്. അപ്പം നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം? ഏത് രാജ്യത്തെ ശത്രുവായി കാണണം? ഏത് ആശയത്തെ വെറുക്കണം? ആ നിലയിൽ ലോകത്തിലേക്ക് അവരുടെ മാധ്യമങ്ങളിൽ കൂടിയും പ്രചരണങ്ങളിൽ കൂടിയും സംഭവം എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിലേക്കും നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്ന വാർത്തകളെന്ന് പറഞ്ഞാൽ ലോകത്താകെ രൂപപ്പെട്ട് വരുന്ന ഈ ഒരു സ്ഥലങ്ങളിലായിരിക്കും. അതുകൊണ്ട് തന്നെ നേരിട്ട് വീട് കയറി നടന്ന് പറഞ്ഞു, മുദ്രാവാക്യം വിളിച്ചും ജനങ്ങളിലേക്ക് ആശയങ്ങൾ എത്തിക്കുന്ന കാലത്തിനപ്പുറത്തേക്ക് നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് മൊബൈൽ ഫോണിലേക്ക് നമ്മളിലേക്ക് വരുന്നത് ഈ പറയുന്ന ലോകത്തെ ആകെ കൊള്ളയടിക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പൊതുബോധമായിരിക്കും. ആ പൊതുബോധ നിർമ്മിതി അതിൽ അവർ താൽക്കാലികമായി വിജയം കണ്ടു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സാധിക്കുന്നത്. പക്ഷേ വിട്ടുകൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അവർ ലോകത്താകെ ഉണ്ടാക്കുന്നത് വിശാലമായ കാഴ്ചപ്പാടിൽ ലോകത്തെ മനുഷ്യരെ ആകെ സ്നേഹിക്കുന്ന, നന്മയെ സ്നേഹിക്കുന്ന, യുദ്ധത്തെ വെറുക്കുന്ന, വർഗീയതയെ വെറുക്കുന്ന വിശാല കാഴ്ചപ്പാടിൽ മനുഷ്യർ ചിന്തിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയോ ഒരു തലമുറയോ ഇനി രൂപപ്പെടരുത്. അതുകൊണ്ട് ഈ അരാഷ്ട്രീയവാദത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ഇതാണ് എന്നും അങ്ങനെയാണ് സംഘടിതമായി നിൽക്കുന്ന വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ തകർക്കാൻ ഇതുപോലുള്ള ചില ശക്തികൾ ഇത്തരം ക്യാമ്പസുകളിലേക്ക് വരികയും അവർ പ്രത്യക്ഷത്തിൽ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വളരെ ഗംഭീരമാണ് എന്ന് തോന്നുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും എന്നാൽ ഈ വലത് മാധ്യമ പിന്തുണയോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജീവൻ നൽകി അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ ഇകഴ്ത്തിക്കാണിച്ച് പൊതുസമൂഹത്തിൽ അവരെന്തോ ക്രിമിനലാണ് എന്ന് വരുത്തി തീർക്കുകയും അതാണ് പറയുന്നത് നന്മയെ മോശമാക്കി ചിത്രീകരിക്കുകയും തിന്മയെ നന്മയുടെ മുഖം അണിഞ്ഞ് നമ്മളിലേക്ക് എത്തുകയും ഇതിൻ്റെ ആത്യന്തികമായി ഈ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്ത ഒരു വിഭാഗത്തെ അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശം അതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ക്യാമ്പസുകളിലും മറ്റും ചില മേഖലയിൽ ഉയർന്നു വരുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ നല്ല മനസ്സോടുകൂടി പ്രതിരോധിക്കാനുള്ള കരുത്ത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട് ഉണ്ട്. അത് തന്നെയാണ് വിശ്വാസവും, അങ്ങനെ തന്നെയാണ് കേരളത്തിലെ ക്യാമ്പസുകൾ പോകുന്നതും. പക്ഷേ ഇതുണ്ടാകുന്ന അപകടം എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പം ചില ക്യാമ്പസുകളിലകത്തേക്ക് ഇത്തരം സംഘടനകൾ മുന്നോട്ട് വരുമ്പോൾ ലഹരിയും മറ്റ് അരാജക പ്രവണതകളും സമൂഹത്തിനകത്തേക്ക് വർദ്ധിക്കുമ്പോൾ അവിടെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി നടക്കുന്ന ഒരു പ്രതിരോധമോ ഒരു രാഷ്ട്രീയ സംവാദത്തിനോ പ്രസക്തി ഇല്ലാതായി തീരും. എന്നാൽ ഒരു വലിയ മുദ്രാവാക്യം ലോകത്താകെയുള്ള മനുഷ്യരെ സത്യം, സമത്വം, സോഷ്യലിസം പോലെ മഹത്തരമായ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാകുമ്പോൾ സ്വാഭാവികമായി അവർ ഇതിനെതിരെ കൃത്യമായി ക്യാമ്പയിൻ നടത്താൻ വേണ്ടി പറ്റും. ലഹരി സംഘങ്ങളെ കേരളീയ ക്യാമ്പസുകളിൽ അകത്തി നിർത്തിയത് 70 ശേഷം ഇങ്ങോട്ടായിരുന്നു. അതിന് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ പുതിയ കാലത്ത് വളരെ ബോധപൂർവം അകറ്റി നിർത്താൻ വേണ്ടി ചിലർ നിർദ്ദേശം കൊടുക്കുമ്പോൾ അപകടമാണ്. ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കൂടി ചേർന്നതാണ് നമ്മുടെ ക്യാമ്പസിൻ്റെ വിദ്യാഭ്യാസ അക്കാദമിക് മേഖല, ആ സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ സംരക്ഷിക്കപ്പെടണം. ഇന്ന് കാണുന്ന ഈ യശസ്സിലേക്ക് കേരളം ഉയർത്തപ്പെടുമ്പോൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കേരളീയ ക്യാമ്പസുകളിൽ ലീഡ് ചെയ്യുന്ന കാലത്താണ്. നിങ്ങളിന്ന് ലോകത്തിലാകെ എത്തിപ്പെട്ടു എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസം നേടിയവർ ഇറങ്ങിച്ചെല്ലുന്ന ക്യാമ്പസുകൾ ഈ പറയുന്ന രാഷ്ട്രീയം നന്നായി സംസാരിച്ച് സർഗാത്മക വേദികൾ ഒരുത്തി വിദ്യാർത്ഥികൾ ആശയസംവാദം നടത്തി വിദ്യാർത്ഥികൾ ഒരു കലാസാംസ്കാരിക വേദികളുടെയും സർഗാത്മക വേദികളുടെയും ഒരു വലിയ ഭൂമിയാക്കി തീർത്ത ക്യാമ്പസുകൾക്കകത്ത് നിന്നാണ് ഈ പറയുന്ന ഇന്ന് ലോകമാകെ എത്തിച്ചേർന്ന അക്കാദമിക് വിദഗ്ധരൊക്കെ കേരളത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നത് അത്തരം ക്യാമ്പസുകളിൽ നിന്നാണ്. അതുകൊണ്ട് അത്തരം ക്യാമ്പസുകൾക്ക് വലിയ സംഭാവന ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ അവതരിപ്പിക്കുന്നത് പുതിയ കാലത്ത് മറ്റൊരു രൂപത്തിലാണ്. അത് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ കടുത്ത അപകടം നമുക്ക് ചെയ്യും. നമ്മുടെ രക്ഷിതാക്കൾ പണ്ടൊക്കെ ഏതെങ്കിലും നമ്മുടെ സമീപത്തെ വായനശാലകളിലൊക്കെ എന്തെങ്കിലും പരിപാടികൾ നീ അവിടെ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന അച്ഛനമ്മമാർ ഇന്ന് അവിടെ പോകുമ്പോൾ എന്തിനാ പോകുന്നേ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം, അത് ഭയപ്പെടുന്നത് തന്നെയാണോ? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. നമ്മൾ വളരെ ബോധപൂർവം ഇടയ്ക്ക് ഒരു 2005 ഇങ്ങോട്ട് ഈ പറയുന്ന ഒരു മനസ്സിലേക്ക് നമ്മളെ തലമുറ എത്തിച്ചേർന്നതിൻ്റെ ഒരു ദുരന്തം തന്നെയാണ് ഈ പറയുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടത്. ഒന്ന് സംഘടിതമായ ഒരു മനസ്സില്ലാത്ത അവസ്ഥയിലേക്കും അവനവൻ വ്യക്തിപരമായ കേന്ദ്രീകരണത്തിലേക്ക് മാത്രം പോവുകയും അങ്ങനെ എന്നാൽ കേവലമായ ആനന്ദം ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് ഇന്നത്തെ എല്ലാ മേഖലയിലും കാണുന്നതാണ്. കേവലമായ ആനന്ദത്തിലേക്ക് മാത്രം നമ്മുടെ ജീവിതാഘോഷങ്ങൾ മാറ്റിയെടുക്കുകയും അതിനകത്ത് വളരെ ഗൗരവമേറിയ ജീവിത പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്നും അതിൽ കൂടി നമ്മൾ ഇടപെടേണ്ടവരാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ വ്യക്തിപരമായി വരുന്ന പ്രശ്നങ്ങളെ കൂടി നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റൂ. അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നു, മർദ്ദിക്കുന്നു, അച്ഛനമ്മയെ നോക്കുന്നില്ല എന്ന് നമ്മൾ വെറുതെ ഇങ്ങനെ വിലപിച്ചിട്ട് കാര്യമില്ല.
നമ്മുടെ മക്കളെ സമൂഹത്തെ സ്നേഹിക്കാൻ, ആദ്യം അയൽവാസിയെ സ്നേഹിക്കാൻ, കുഞ്ഞായിരിക്കുമ്പോൾ അവർക്ക് ചോര കൊടുക്കാൻ, അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ, റോഡിൻ്റെ കുഴി അടക്കാൻ, അങ്ങനെ നാട്ടിലെ വായനശാലയും ക്ലബ്ബുകളെല്ലാം ഒരു സംഘടിതമായി നിൽക്കുമ്പോൾ സമൂഹത്തിന് വേണ്ടി നിൻ്റെ അധ്വാനത്തിന് കുറച്ച് സമയം ചെലവഴിക്കാൻ രക്ഷിതാക്കൾ വിട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമ്മയും അച്ഛനും അവർ നാളെ എങ്ങനെയാണോ കരുതേണ്ടത് അതൊരു ഇവളെ നമ്മൾ ചെറുപ്പത്തിൽ കരുതി ശീലിച്ചതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാകും. എന്നാൽ ആരെയും ഒന്നും നോക്കണ്ട, നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പഠിപ്പിച്ചെടുത്താണ് അവിടെ അമ്മയും അച്ഛനും ഒരു 10-40 വയസ്സാകുമ്പോൾ അവർക്ക് അപരിചിതരായിത്തീരും, അന്യരായിത്തീരും. അപ്പോൾ അങ്ങനെ പിന്നീട് അനുഭവിച്ചിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല എന്നും സമൂഹത്തിലേക്ക് നമ്മുടെ മക്കളെ ഇറക്കി വിടാൻ നല്ല നിലയിലുള്ള പിന്തുണ കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ആ പിന്തുണ കൊടുത്താൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ നമ്മളെ ഈ തലമുറ ആകെ മോശമാണ് എന്നൊന്നും ഒരിക്കലും പറയരുത്. ഇന്നത്തെ യുവജനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു വളരെ മികച്ച നിലയിൽ ഏത് വിഷയത്തെ പഠിക്കാനും വളരെ വേഗത്തിൽ അതിനെയെല്ലാം കൈകാര്യം ചെയ്യാനും ശേഷിയുള്ളൊരു തലമുറയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് വളർന്നു വന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് നമ്മുടെ ഈ തലമുറയെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് കാണിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ എല്ലാം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു അവസാനിച്ചു എന്നുമില്ല. നമ്മുടെ സമൂഹത്തെ നിർവഹിക്ക് നടത്താൻ വേണ്ടി പറ്റുന്ന മാതൃകയാകാൻ വേണ്ടി പറ്റുന്ന നിരവധി ഉദാഹരണങ്ങൾ. ഇപ്പം 60 ഗവൺമെൻറ് ആശുപത്രിയിലാണ് കേരളത്തിൽ ഇപ്പോൾ DYFI ഉച്ചഭക്ഷണം കൊടുക്കുന്നത്. ഇന്നലെ ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ 6ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം, 7ാമത്തെ വർഷത്തേക്ക് കടക്കുന്ന ഉദ്ഘാടനം നിർവഹിച്ചു വന്നു. അവരിപ്പം പുതിയൊരാശുപത്രിയിലേക്ക് കൂടി കടക്കുകയാണ്, അവിടുത്തെ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്. ഒരാശുപത്രിയിലേക്ക് വർദ്ധിക്കുന്നേ ഉള്ളൂ, കുറയുന്നില്ല. 8 വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് ഒരു ദിവസം പോലും മുടങ്ങാതെ 2500 ദിവസത്തോളമായി, 2300, 2500 ദിവസം ഓരോ സ്ഥലത്ത് ആശുപത്രിയിൽ ഓരോ ദിവസമാണ്. ആരംഭിച്ച വർഷം വ്യത്യാസമുണ്ട്. ഒരു തടവില്ലാതെ വീടുകളിൽ പോയി ചെന്ന് കണ്ട് മറക്കുന്നില്ലല്ലോ, ആരും വിളിച്ചു പറയുന്നില്ല. വർഷത്തിൻ്റെ തുടക്കത്തിൽ ഓരോ കമ്മിറ്റിയുടെയും ദിവസം ജനുവരി 1 ഇന്ന കമ്മിറ്റി, ജനുവരി 2 B, ജനുവരി 3 C, ജനുവരി 4 D, ഇങ്ങനെ ഡിസംബർ 31 വരെ ചാർട്ട് ചെയ്ത് കൊടുത്തത്. നിങ്ങളുടെ കമ്മിറ്റി ജനുവരി 28-ാം തീയതിയാണെന്ന് ആരും വിളിച്ച് ഓർമ്മിപ്പിക്കുന്നില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക് ചോറ് അവിടെ എത്താതിരിക്കുന്നില്ല ഒരു ദിവസവും. വളരെ ഓർമ്മിച്ച് തലേ ദിവസം വീടുകളിൽ പോയി ചെന്ന് കണ്ട് പറഞ്ഞ് ഈ ഭക്ഷണം മനുഷ്യരിൽ നിന്നും ശേഖരിച്ച് ഈ പൊതുച്ചോറ് അവിടെ എത്തിക്കുകയാണ്. ഈ ഒരു മാസം കണ്ണൂർ ജില്ലയിലെ DYFI 2500 രക്തം ദാനം വേണ്ടി തീരുമാനിച്ച് ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലാതെ യുവജനങ്ങൾ ഒഴുകിപ്പോവുകയാണ് ഇത്തരം വിഷയങ്ങളിലേക്ക്. 21.5 കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തെ യുവജനങ്ങൾ ആ വയനാട് ആ ദുരന്തമുണ്ടായപ്പോൾ DYFIയുടെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തി കൊടുത്തത് നിസ്സാര സംഭവമല്ലല്ലോ. കോവിഡ് തൊട്ട് ഇങ്ങോട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും 10,000-കണക്കിന് യുവജനങ്ങളെ സന്നദ്ധ പ്രവർത്തന രംഗത്തേക്ക് ഈ തീവ്ര വലതുപക്ഷം നമ്മുടെ സമൂഹത്തെ ആകെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഈ ഒരു കാലത്തും നമ്മുടെ യുവജനങ്ങളിൽ നിൽക്കുന്നുണ്ട്. അതൊരു അഭിമാനമാണ്. അതുകൊണ്ട് പൂർണ്ണമായി നമ്മുടെ സമൂഹം ഒലിച്ചുപോയി എന്ന് ആകെ നിരാശപ്പെടേണ്ട അവസ്ഥയൊന്നുമില്ല. അതിനെ വീണ്ടെടുക്കാൻ ഇത്തരം ഉത്തരവാദിത്തമുള്ള പുരോഗമന യുവജന പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളം എന്നുള്ള നിലയിൽ ഇന്നത്തെ സംസ്ഥാനവും ആ ഗവൺമെൻറ്റും ഇത്തരം വിഷയങ്ങളെല്ലാം വളരെ ഭംഗിയായി പഠിക്കാനും വളരെ ശാസ്ത്രീയപരമായി എങ്ങനെയാണ് ലോകത്തിൻ്റെ നെറുകയിലേക്ക് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ കൈപിടിച്ചുയർത്തുക, എതിരായി പല വിഷയങ്ങളെല്ലാം നമുക്ക് മുമ്പിലേക്ക് ഇങ്ങനെ ഒരു വലിയ പദ്ധതിയെ ഒരു ചെറിയ സംഭവത്തിൻ്റെ പേരിലൊക്കെ ഭീകരമായി ആക്രമിക്കപ്പെടുന്ന പരിഹസിക്കുന്ന വാർത്തയൊക്കെ ഇന്നലെ നമ്മൾ കാണുന്നുണ്ട്. ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട് ഇന്നൊരു വാർത്ത കണ്ടത് ജനരോഷം വന്ന് ഓട്ടയടക്കാൻ തുടങ്ങി എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? പിന്നെ നമ്മൾ ഒരു 10-50 കൊല്ലത്തെ വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ 5-10 വർഷം കൊണ്ട് കേരളത്തിൽ നടന്നത്. നമ്മൾ ഒരിക്കൽ പോലും നടക്കുമെന്ന് കരുതിയ പദ്ധതിയല്ല കേരളത്തിൽ നാഷണൽ ഹൈവേ. കാരണം കേരളത്തിൻ്റെ പ്രത്യേകത നാഷണൽ ഹൈവേ ഉണ്ടാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയെ സംബന്ധിച്ചിട്ട് ഒരു മുടക്കം അവർക്കില്ല. രാജ്യത്ത് എവിടെ ഉണ്ടാക്കും, ഭൂമി എടുത്ത് കൊടുത്താൽ മതി. ഭൂമി കാരണം ടോള് വിരിച്ച് പോകുന്ന റോഡാണ് സ്വാഭാവികമായി. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നാഷണൽ ഹൈവേ ഒരിക്കൽ പോലും യാഥാർത്ഥ്യമാകില്ല എന്ന് നമുക്ക് 80 തൊട്ട് ഇങ്ങോട്ടുള്ള നമ്മുടെ ആശയ സ്വപ്നവുമായിരുന്നു. എന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെ പ്രത്യേകത 1 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ 10-40 സ്ഥലമുടമകൾ കേരളത്തിലുണ്ടാവും. ആ 40 വീടുകളുണ്ടാവും, 40 കെട്ടിടങ്ങളുണ്ടാവും, 40 മതിലുണ്ടാവും. കാരണം അത്രയും ജനസാന്ദ്രതയും നമ്മൾ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കൊണ്ട് ഭൂമി ബഹുഭൂരിപക്ഷവും ജനങ്ങളുടെ കയ്യിലാണ്. സ്വാഭാവികം വീട് പൊളിച്ചും വീടുകൾ തകർത്തും പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായി തീരദേശം, ഇടനാട്, കുന്നുകൾ പെട്ടെന്ന് വരുന്ന അങ്ങനെ ഒരു അന്തരീക്ഷ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കടുത്ത പ്രതിസന്ധി. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരിക്കൽ പോലും നാഷണൽ ഹൈവേ വരില്ല എന്ന് 2015-16 തുടക്കം വരെ പറഞ്ഞത്. പക്ഷേ 16 ഇങ്ങോട്ട് വന്ന ഗവൺമെൻറ് ചെയ്ത പ്രവർത്തനം എന്താ? മറ്റ് സ്ഥലങ്ങളിൽ നാഷണൽ ഹൈവേ അതോറിറ്റി കൊടുക്കുന്ന ഭൂമിയുടെ നഷ്ടപരിഹാര തുക കേരളത്തിൽ കൊടുത്താൽ പാടില്ല. കാരണം ജനങ്ങൾ അത് നിൽക്കില്ല. കേരളത്തിൽ ഭൂമിയിൽ ലാൻഡ് വാല്യൂ ഉൾപ്പെടെ കൂടുതലാണ് കേരളത്തിൽ. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. പൊളിക്കുന്ന വീടുകളും മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ആയിരിക്കില്ല.
കേരളം കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ ഇതിനൊക്കെ പണം അധികം വേണം. അതുകൊണ്ടാണല്ലോ 5500 കോടി സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടി വന്നത്. 500 കിലോമീറ്ററിന് 1 കിലോമീറ്ററിന് ഏതാണ്ട് 10 കോടിക്ക് മുകളിൽ സംസ്ഥാന സർക്കാർ ചെലവഴിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ ഭൂമിക്ക് പണം അധികം കൊടുക്കേണ്ടി വന്നതുകൊണ്ടാണ്. അങ്ങനെ ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ പിന്നെ റോഡായി. ആ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഗവൺമെൻറ് നിറവേറ്റി എന്നുള്ളതിനെ അല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്. ഭൂമി കൊടുത്ത് ആർക്കെങ്കിലും പരാതിയുണ്ടോ? എത്ര സന്തോഷത്തോടെ ഭൂമി കൊടുത്തത്. ഒരു പരാതിയുമില്ലാതെ കേരളത്തിൽ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാനും NHന്റെ പ്രവർത്തനം നടക്കുന്നു. അതിനകത്ത് 500 കിലോമീറ്റർ റോഡ് പ്രവർത്തിക്കിടയിൽ 100 മീറ്ററിനിടയിൽ ചില സംഭവം നടന്നു പോയേക്കാം. ഇപ്പോൾ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ ചില വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ചില അപാകതയുള്ള മേഖലയിലാണെങ്കിൽ ആ കമ്പനി ഏതാണോ കോൺട്രാക്റ്റ് എടുത്തവർ, ആ വലിയ എക്സ്പീരിയൻസ് ഉള്ളവർ തന്നെയായിരിക്കാം. അത്തരം സ്ഥാപനങ്ങളിൽ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്നും അവരുടെ ജാഗ്രതപ്പെടണമെന്നും ഇന്നലെ മുഖ്യമന്ത്രിയും എല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ തകർന്നു പോയതൊക്കെ അത് അവർ കൈമാറിയിട്ടില്ലല്ലോ, പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2026 മുമ്പ് ഇത് യാഥാർത്ഥ്യമാകരുത് എന്നൊരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ? അല്ല, അങ്ങനെയൊന്നും ഞാനിപ്പോൾ പറയാൻ ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നില്ല. ഞാനിരിക്കുന്ന നിലവിലൊരവസ്ഥ വെച്ച് അത്തരം കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വികസന പ്രവർത്തനങ്ങൾ ഇത്രയും ഭംഗിയായി നടക്കുമ്പോൾ ഒരിക്കൽ പോലും നടക്കില്ല എന്ന് കണ്ട പദ്ധതികൾ ഗെയില് പൂർത്തിയായി കഴിഞ്ഞു. ഒരിക്കൽ നടക്കില്ല എന്നൊരു ഉപേക്ഷിച്ച പദ്ധതിയാണ്. ഞാൻ ഓരോന്നും എടുത്ത് പറയണ്ട. കൊച്ചി എടമൺ പവർ ഹൈവേ ഒക്കെ യാഥാർത്ഥ്യമാകുന്നത് നമ്മൾ ആശ്ചര്യപ്പെടുത്തിയ കാര്യമാണ്. അത്രയും ബൃഹത്തരമായ പദ്ധതികൾ. ആ വിഴിഞ്ഞം തുറമുഖമൊക്കെ കേരളത്തിൽ രാജ്യത്തിലെയും ലോകത്തിലെയും ശ്രദ്ധേയമായ തുറമുഖമായി വിഴിഞ്ഞം മാറിയില്ലേ? 5595 കോടിയാണ് നമ്മുടെ കേരളം കൊടുത്തത്. നിസ്സാര സംഖ്യയല്ല. 5595 കോടി എന്ന് പറഞ്ഞാൽ ആ ഘട്ടായിച്ചില്ലാനും കോടിയിലെ 6000 കോടിക്ക് 5 കോടി കുറവുള്ളൂ. ആ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി അത് രാജ്യത്തിന് സമർപ്പിച്ചു. ഈ ഒരു കാലത്ത് സമസ്ത മേഖലയിൽ ഞാൻ പറഞ്ഞു 22ാം സ്ഥാനത്ത് നിന്ന് വ്യവസായ മേഖല 1ാം സ്ഥാനത്തേക്ക് സംസ്ഥാനം എത്തിയില്ലേ? സ്റ്റാർട്ടപ്പിൻ്റെ മേഖലയെ പരിശോധിച്ച് നോക്കിയാൽ കേരളം രാജ്യത്തിന് മുമ്പിലല്ലേ? വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, ഏത് മേഖലയിൽ നമ്മൾ പുറകിൽ പോയി എന്ന് പറയാൻ വേണ്ടി പറ്റും. അത്രയും മികച്ച ഒരു നിലയിൽ നമ്മുടെ കേരളം പോകുന്നു. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മൾ ആരും ചർച്ച ചെയ്യാത്തയും ഒരു മേഖല 75,000 കോടിക്ക് മുകളിലാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് ക്ഷേമ പെൻഷനായി നാട്ടിൽ കൊടുത്തത്. 75,000 ഒരു വർഷം 11,000 കോടിയാണ് കൊടുക്കുന്നത്. 11,000 കോടി രൂപ 55 ലക്ഷം മനുഷ്യരുടെ കൈകളിൽ കൂടി കേരളത്തിലെ കടകളിലേക്കും പച്ചക്കറി കടയിലേക്കും മീൻ മാർക്കറ്റിലേക്കും മെഡിക്കൽ ഷോപ്പിലേക്കും ഒഴുകുകയാണ്. അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ മറ്റൊരു ഭാഗം കൂടിയാണ്. ഒരു വാർഡ് പരിധിയിൽ 200 പേർക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ 200 × 1,600 രൂപ ആ മാസം തന്നെ ആ വാർഡ് പരിധിയിലുള്ള ചെറിയ കടകളിലേക്ക്, അതുകൊണ്ട് ചെറിയ ഒരു തട്ടുകട തൊട്ട് നമ്മുടെ കേരളത്തിലെ വലിയ സ്ഥാപനങ്ങൾ വരെ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ നിർണായകമായി സ്വാധീനിക്കുന്ന പല പ്രവർത്തനത്തിനും കേവലം ക്ഷേമ പെൻഷൻ കൊടുത്ത് 1,600 രൂപ കൊടുത്ത് ആ മനുഷ്യരുടെ ജീവിതത്തെ കൈത്താങ്ങായി നിന്നുവെന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് ഈ പണം ഒഴുകുന്ന കൂടിയുണ്ട്. ഒരു വർഷം 55,000 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് 55 ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ ഈ 55,000 രൂപ FT ഇടൂലല്ലോ. ഈ 55,000 ഈ സാധാരണ മനുഷ്യർ നമ്മുടെ നാട്ടിലേക്ക് ഒഴുക്കുകയാണ്. പച്ചക്കറി മീൻ വാങ്ങിക്കുന്ന ആൾ ബേക്കറി കൊടുക്കും, ബേക്കറിക്കാരൻ ടെക്സ്റ്റൈൽസ് കൊടുക്കും, ടെക്സ്റ്റൈൽസുകാരൻ ജ്വല്ലറി കൊടുക്കും. പണങ്ങനെ റൊട്ടേഷൻ കിടക്കുകയാണ് 55,000 കോടി. അത് ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഇതുപോലൊരു പ്രവർത്തനം? 55 ലക്ഷം മനുഷ്യർക്ക് 3.5 കോടി മനുഷ്യർ ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു സംസ്ഥാന സർക്കാർ മാസാമാസം 1,600 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ കേരളത്തെ ചേർത്ത് നിർത്തിയ ഒരു കാലം, ആ കാലത്തിൻ്റെ കൂടെ നമ്മൾ അണിനിരന്ന് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കുക എന്നല്ലാതെ നമ്മുടെ നാടിന് ആകെയുള്ള ഒരു പുരോഗതിയെ തകർക്കാൻ, ഒരു വലിയ മഹത്തരമായ ഒരു ബിഗ് പ്രൊജക്റ്റിനിടയിൽ സംഭവിക്കുന്ന ചെറിയ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കാണിച്ച് ആകെ തകർത്ത് അലങ്കോലമാക്കുക എന്ന ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വില പോകില്ല. ഈ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ഈ വികസന പ്രവർത്തനത്തിൻ്റെ കൂടെ കൈയടിച്ച് കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതാണ് വാസ്തവവും. എന്തായാലും നമ്മുടെ ഈ അരാഷ്ട്രീയവാദം അതുണ്ടാക്കുന്ന അപകടം എത്ര വലുതാണ് എന്നതാണ് യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ നമ്മളോട് വിശദീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും മേഖലയിൽ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഈ ലഹരി മാഫിയയുടെ പ്രവർത്തനം, ഇതൊക്കെ ഉണ്ടാകുന്നത് അവിടെ ഒരു അരാഷ്ട്രീയവാദം ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ അത്തരം ചിന്തകളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ആളുകളാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് എന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചിത്രവും അദ്ദേഹം നമുക്ക് മുന്നിൽ വെച്ചത്. വലിയ മാറ്റം കേരളത്തിൽ പ്രകടമാണ്. തുടർഭരണം എന്നത് വലിയ രീതിയിൽ ചർച്ചയാകുന്നതും ഇച്ഛാശക്തിയോടെ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ഒരു സർക്കാർ പറയുന്നതും ഇവിടെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ആ ഗ്രാഫ് നോക്കി തന്നെയാണ്. ഒരു സംസ്ഥാന സർക്കാർ തങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ചങ്കൂറ്റം കാണിക്കുന്നുണ്ടെങ്കിൽ
അത് ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ആർജവത്തോടെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ നമ്മളോട് വിശദീകരിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. കാരണം ഒരു അർദ്ധ ജുഡീഷ്യറി സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ് എം ഷാജർ. വ്യക്തമായ രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ കൂടി ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അദ്ദേഹം ഒഴിവാക്കിയതും ഞങ്ങൾ ചോദ്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയതും. എന്തായാലും യുവജന കമ്മീഷൻ അതിൻ്റെ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ ആത്മഹത്യ എന്ന ചിന്ത മാറ്റി കമ്മീഷനുമായി നിങ്ങൾ ബന്ധപ്പെടുക. അതിൻ്റെ യുവജന കമ്മീഷൻ എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ അതിൻ്റെ ഫോൺ നമ്പറും അതിൻ്റെ വെബ്സൈറ്റും ഇമെയിൽ ID യും ഒക്കെ വരും. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കമ്മീഷനെ അറിയിക്കുക. തീർച്ചയായും അവർ നിങ്ങളെ തേടിയെത്തും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും എന്ന ഉറപ്പുകൂടി എം ഷാജർ നൽകുകയാണ്. ആ ഉറപ്പ് തന്നെയാണ് കേരളത്തിലെ യുവാക്കൾ ഇനി മുറുകെ പിടിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന ഒരു ആത്മവിശ്വാസം നൽകാൻ ചെയർമാനും നിങ്ങൾക്കൊപ്പമുണ്ടാകും എന്ന ഉറപ്പ് അദ്ദേഹം നൽകുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ വിശദമായ മറുപടി നൽകിയ യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറിന് തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഇനിയും ഉയരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.